സോ ഇന്നിപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് നെക്സ്റ്റ് ഒരു വെരിലോഗ് പ്രോഗ്രാമാണ്. ദ വെരിലോഗ് പ്രോഗ്രാം ഫോർ ഡിവിഷൻ യൂസിങ് റീസ്റ്റോറിങ് അൽഗോരിതം ഓർ റീസ്റ്റോറിങ് മെത്തേഡ് ഡിവിഷൻ ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ടുള്ളത്. അതിൻ്റെ പ്രോഗ്രാമാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. സോ ഇത് നിങ്ങൾ ഓൾറെഡി റീസ്റ്റോറിങ് ഡിവിഷൻ COAക്കകത്ത് പഠിച്ചോ? നിങ്ങളിപ്പോൾ നിലവിൽ അത് പഠിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് ഞാൻ പോകുന്നില്ല. പഠിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇപ്പം ഈ കാണുന്ന നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ട് ഫെമിലർ ആയിരുന്നേനെ. നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ നമുക്കിപ്പോൾ ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഫ്ലോ ചാർട്ട് മാത്രമേ ആവശ്യമുള്ളൂ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മെത്തേഡ് ഒന്ന് ക്ലിയർ ആകണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അക്യുമുലേറ്റർ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓൾറെഡി COAക്കകത്ത് പഠിച്ചിരിക്കുന്നതാണല്ലോ അല്ലേ. അപ്പം നമുക്ക് ഒരു ഡിവിഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം വീൽ റിക്വയർ ദ ഡിവൈസർ ആൻഡ് ഡിവിഡൻറ്റ്. അത് രണ്ടും ഉണ്ടെന്ന് നമുക്കറിയാം. ദെൻ അതിനുശേഷം നമുക്കൊരു കോഷ്യൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ റിമൈൻഡർ വരാനും വരാതിരിക്കാൻ സാധ്യതയുണ്ട്. റിമൈൻഡർ ഒന്നും ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി റിമൈൻഡറിന്റെ വാല്യൂ 0 ആയിരിക്കും. അതാണ് നമ്മുടെ റെഗുലർ ഡിവിഷൻ അല്ലേ, അല്ലെങ്കിൽ ബൈനറി ഡിവിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ബൈനറി നമ്മുടെ റെഗുലർ ബൈനറി ഡിവിഷനിൽ നിന്ന് ആ സെയിം അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന കോഷ്യൻ്റ് ആൻഡ് റിമൈൻഡർ എന്ന് പറയുന്നത് നമ്മൾ റെഗുലർ ബൈനറി ഡിവിഷനിൽ ചെയ്യുന്ന സെയിം വാല്യൂസ് തന്നെ ആയിരിക്കും. ബട്ട് ദിസ് ഇസ് എ ഡിഫറെൻറ്റ് മെത്തേഡ്. ഓക്കെ, സോ ഒരു റീസ്റ്റോറിങ് ഡിവിഷൻ അൽഗോരിതം എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾ COL പഴയ സിലബസിലൊക്കെ നമുക്ക് ഉണ്ടായിരുന്നതാണിത്. അപ്പോൾ നിങ്ങളുടെ അതിനകത്തത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ ജസ്റ്റ് നിങ്ങളൊരു ഒത്തിരി ഫോക്കസ് ചെയ്യണമെന്നില്ല, കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോബ്ലം ഒന്നും ചെയ്യാനായിട്ടില്ല. പഴയ സിലബസിൻ്റെ ഇതിൻ്റെ പ്രോബ്ലങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു COAക്കകത്ത്. അതായത് ചോദിച്ചാൽ നിങ്ങൾ പഠിച്ചോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പം പ്രോഗ്രാം മാത്രമാണ് നമുക്കിപ്പോൾ ഇവിടെ ആക്ച്വലി സിഗ്നിഫിക്കൻസ് വരുന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാലും പ്രോഗ്രാം എഴുതണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് അറിയാതെ നമുക്ക് പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഡിവൈസറിനെ നമ്മൾ എന്നുള്ളൊരു വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ടാവുക. ദെൻ ഡിവിഡൻറ്റിനെ Q എന്ന് പറയുന്ന വേരിയബിൾ ആയിട്ടായിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടാവുക. ദെൻ കൗണ്ടിന് വേണ്ടിയിട്ട് നമുക്കൊരു വേരിയബിൾ ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ നമ്പർ ഓഫ് ബിറ്റ്സ്. അത് ഞാൻ പറയാതിലേക്ക് ഞാൻ വരാം. പിന്നെ അക്യുമുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അക്യുമുലേറ്ററിന്റെ പേർപ്പസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ COAയിൽ പഠിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അക്യുമുലേറ്ററിന്റെ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ടായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഇത്രയുമായിരിക്കും ഇനീഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇപ്പം ജസ്റ്റ് ഒന്ന് ഫ്ലോ ചാർട്ട് പറയാം. എൻ്റെ ഒരു എക്സാമ്പിളോടെ പറയാം, ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട് അത്രയും ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല. ജസ്റ്റ് ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. സോ പിന്നെ ചെയ്യേണ്ട ഇനീഷ്യലി ഡിവിഡൻറ്റ് ഡിവൈസർ, അതേപോലെ തന്നെ കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. സോ കൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദ നമ്മളുടെ ഡിവിഡൻറ്റിന്റെ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഡിവിഡൻറ്റിന് എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടോ അത്രയും വെച്ചിട്ടായിരിക്കും നമ്മൾ കൗണ്ട് സെറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ കൗണ്ട് ഈസ് ബേസിക്കലി ദ നമ്പർ ഓഫ് ഐട്രേഷൻസ് ദാറ്റ് നീഡ്സ് ടു ബി ഡൺ. അതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു സിംഗിൾ ഐട്രേഷൻ പറഞ്ഞ് ഇതിങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു ലൂപ്പ് ക്യാരി ഫോർവേഡ് ചെയ്യും, അല്ലെങ്കിൽ ഐട്രേഷൻ നടക്കും. സോ എത്ര പ്രാവശ്യം ഐട്രേഷൻ നടക്കണം എന്നുള്ളതാണ് കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിൾ വെച്ച് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദ ഡിവിഡൻറ്റ്. ഓക്കെ, സോ പിന്നെ ഉള്ളത് നമ്മൾ അക്യുമുലേറ്റർ ആസ് വെൽ ആസ് Q എന്ന് പറയുന്നത് ഡിവിഡൻറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അക്യുമുലേറ്റർ ആസ് വെൽ ആസ് നമ്മളുടെ Q വിച്ച് മീൻസ് ഡിവിഡൻറ്റിൻ്റെ അകത്ത് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഇനീഷ്യലി അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അക്യുമുലേറ്ററിൽ ഇരിക്കുന്ന വാല്യൂ മൈനസ് എം ഈസ് ദ ഡിവൈസർ വാല്യൂ. അതായത് നമ്മളുടെ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റീസ്റ്റോറിംഗ് ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ബൈനറി സബ്ട്രാക്ഷൻ അല്ലെ. ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്ന് പറയുന്നത് 20ൻ്റെ അകത്ത് 5നെ 20 കൊണ്ട് എത്ര പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ 20 മൈനസ് 5 15 മൈനസ് 5 അങ്ങനെ ചെയ്ത് എപ്പോഴാണോ 5ന് സം 0 അല്ലെങ്കിൽ ലെസ് ദാൻ 5 വരുന്ന റിമൈൻഡർ കിട്ടുന്നു, അപ്പോൾ നമ്മൾ പരിപാടി നിർത്തുവാണ് എന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് എ ഡിവിഷന്റെ ഒരു എന്താണ് ഒരു കണ്ടിന്യൂസ് സബ്ട്രാക്ഷൻ ആക്ച്വലി ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിരിക്കുന്നതാണ് അല്ലെ. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള അഡീഷൻ, സെയിം നമ്പർ ഇട്ട് റിപ്പീറ്റഡ് അഡീഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ. അതേപോലെ തന്നെ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ആക്ച്വലി ഡിവിഷൻ. എത്ര പ്രാവശ്യം സബ്ട്രാക്ട് ചെയ്തു എന്നുള്ളതാണ് ആക്ച്വലി നമ്മളുടെ ക്വോഷ്യന്റ് ആയിട്ട് വരിക. സോ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് സബ്ട്രാക്ഷന് പകരം നമ്മളൊരു നമ്മുടെ ഡയറക്റ്റ് ഡിവിഷന് പകരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈനറി സബ്ട്രാക്ഷൻ വഴിയാണ് ആക്ച്വലി ഇവിടെ ഡിവിഷൻ നടത്തുന്നത്. അതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
സോ അപ്പോൾ ഇവിടെ നോക്കുക, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അക്യുമുലേറ്ററിൽ ഇരിക്കുന്ന വാല്യൂയിലേക്ക് അക്യുമുലേറ്ററിൽ ഇരിക്കുന്ന വാല്യൂ മൈനസ് എം വിച്ച് ഇസ് ദ ഡിവൈസർ. അല്ലെ, ഡിവൈസറിനെയാണല്ലോ നമ്മൾ കണ്ടിന്യൂസ് സബ്ട്രാക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഡിവൈസർ എന്താണോ ആ വാല്യൂനെ ആയിരിക്കും നമ്മൾ കണ്ടിന്യൂസ് സബ്ട്രാക്ഷനിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, സോ ആ പ്രോസസ്സാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ടൂസ് കോംപ്ലിമെന്റ് അല്ലെങ്കിൽ വൺസ് കോംപ്ലിമെന്റ് സബ്ട്രാക്ഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ടൂസ് കോംപ്ലിമെന്റ് സബ്ട്രാക്ഷൻ വെച്ചിട്ട് ഉള്ള കണ്ടിന്യൂസ് സബ്ട്രാക്ഷൻ പ്രോസസ്സ് വഴി ഡിവൈഡ് ചെയ്ത് കോഷ്യന്റിനെ ആസ് വെൽ ആസ് റിമൈൻഡറിനെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യുകയാണ് അക്യുമുലേറ്ററിൽ ഇരിക്കുന്ന വാല്യൂ 0 ആണോ അല്ലയോ എന്നുള്ളത്. 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അക്യുമുലേറ്ററിൽ ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ 0. അക്യുമുലേറ്ററിൽ ഇരിക്കുന്ന വാല്യൂ ഈസ് ഈക്വൽ ടു 0 അല്ല, ലെസ് ദാൻ 0. ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ ഇരിക്കുന്നത് നെഗറ്റീവ് വാല്യൂ ആണെന്നാണ് അതിന്റെ അർത്ഥം. വിച്ച് മീൻസ് നമ്മൾ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം ഓൾറെഡി ബൈനറിയിൽ നമ്മുടെ ഡിജിറ്റലിൽ പഠിച്ചിരിക്കുന്നതാണ്. നമുക്ക് ഓൾറെഡി അറിയാം, ബൈനറി ഒരു സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ ഇരിക്കുന്ന ഒരു നമ്പറിന്റെ നമ്പർ എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ എന്നുള്ളത് അതിന്റെ സൈൻ ബിറ്റ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. സോ ആ സൈൻ ബിറ്റിന്റെ കൺസെപ്റ്റ് നമുക്ക് ഞാൻ എക്സാമ്പിളോടെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ എ ലെസ് ദാൻ 0, അതായത് സൈൻ ബിറ്റ് വെച്ചിട്ട് നമ്മൾ നെഗറ്റീവ് നമ്പർ ആണോ പോസിറ്റീവ് നമ്പർ ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നു. നെഗറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ Q0, അതായത് നമ്മളുടെ Q എന്ന് പറയുന്നത് നമ്മളുടെ ഡിവിഡൻഡിന്റെ വാല്യൂ ആണ്. ഡിവിഡൻഡിന്റെ Q0, Q1, Q2, Q3 എന്ന് പറയുന്ന നമ്മുടെ നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് വരുന്നത്. സോ ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ Q0 എന്ന് പറയുന്നത് ഇവിടെ LSB ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിളിലേക്ക് ഞാൻ വരാം. സോ LSB യിലേക്ക് 0 പോകും. ദെൻ അക്യുമുലേറ്ററിൽ ഇരിക്കുന്ന വാല്യൂ ഇസ് ഈക്വൽ ടു അക്യുമുലേറ്റർ പ്ലസ് എം വിച്ച് ഇസ് ദ ഡിവൈസർ വാല്യൂ. ഇനി അത് നോ ആണെന്നുണ്ടെങ്കിൽ Q0യിലേക്ക് നമ്മൾ 1 ആയിരിക്കും സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം Q0യുടെ വാല്യൂ നമ്മൾ 0യും 1ഉം വെച്ച് റീപ്ലേസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ജസ്റ്റ് ഇങ്ങനെ ഫ്ലോ ചാർട്ട് മാത്രം പറഞ്ഞ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ദെൻ അതിനുശേഷം കൗണ്ട് ഒരെണ്ണം റെഡ്യൂസ് ചെയ്യുക. സോ ഇനീഷ്യലി ഇപ്പൊ നമുക്ക് 4 ബിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ട് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇവിടെ വരുമ്പോൾ കൗണ്ട് 3 ആയിരിക്കും. ദെൻ കൗണ്ട് 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. നോ ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ഇപ്പം നമുക്കിപ്പോൾ ഒരു 4 ബിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ടൈംസ് ആയിരിക്കും ഈ ഒരു ലൂപ്പ് കണ്ടിന്യൂ ആവുക. ആൻഡ് ലാസ്റ്റ് ടൈം കൗണ്ട് 0 ആയി കഴിയുമ്പോഴത്തേക്കും പ്രോസസ് എൻഡ് ചെയ്യുക. ആ സമയത്ത് ക്യൂയിൽ ഇരിക്കുന്ന വാല്യൂ കോഷ്യന്റും എയിൽ ഇരിക്കുന്ന വാല്യൂ അക്യുമുലേറ്ററിൽ ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് റിമൈൻഡർ ആണ്. സോ ഇതാണ് ബേസിക്കലി ഫ്ലോ ചാർട്ട്. നിങ്ങൾ ഇപ്പം ഇത് COയിൽ പഠിക്കാത്ത സ്ഥിതിക്ക് ഏകദേശം ഒന്ന് പഠിച്ചു വെക്കണം. അതിന്റെ സ്റ്റെപ്പ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാനൊന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറയുന്നതേ ഉള്ളൂ. നിങ്ങളത് ഒത്തിരി ഡെപ്തിലൊന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് ഇവിടെ സ്കോപ്പ് ഇല്ല. ആക്ച്വലി നമുക്ക് അതിന്റെ പ്രോഗ്രാമാണ് നമുക്കിവിടെ വേണ്ടിയത്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഒന്ന് എടുക്കുവാണ്. 8 ഡിവൈഡഡ് ബൈ 3 അല്ലേ. സോ അപ്പം 8ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ അല്ലെ. സോ 1,0,0,0 നമുക്കറിയാം. അതേപോലെ തന്നെ 3യുടെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ എന്ന് പറയുന്നത് 1,1. ആക്ച്വലി നമുക്ക് 2 ബിറ്റ്സ് മതിയെങ്കിൽ പോലും നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് M എന്ന് പറയുന്ന ഡിവൈസറിന് വേണ്ടിയിട്ട് 5 ബിറ്റ്സും Q ആണ് കോഷ്യന്റിന് വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോഷ്യന്റ് 4 ബിറ്റും ഡിവൈസർ എന്ന് പറയുന്നത് 5 ബിറ്റ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു M എന്ന് പറയുന്ന 5 ബിറ്റ്സ് യൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അക്യുമുലേറ്റർ എന്ന് പറയുന്നത് നമ്മൾ 5 ബിറ്റ് അക്യുമുലേറ്ററിനെ അല്ലെങ്കിൽ 5 ബിറ്റ് രജിസ്റ്ററിനെയാണ് ഇവിടെ അക്യുമുലേറ്റർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഈ എക്സാമ്പിളിന്റെ അകത്ത്. അതുകൊണ്ടാണ് അക്യുമുലേറ്ററിലേക്കാണ് ഡിവൈസറിന്റെ വാല്യൂനെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു ഇത് അല്ലെ. അക്യുമുലേറ്ററിൽ നമുക്ക് ഇനീഷ്യലി 0 കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് അക്യുമുലേറ്ററിലേക്ക് വാല്യൂനെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അക്യുമുലേറ്ററിന്റെ നമ്പർ ഓഫ് ബിറ്റ്സിനെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ നിലവിൽ ഇവിടെ ഡിവൈസറിന് 5 ബിറ്റ് കൊടുത്തിരിക്കുന്നത് മാത്രം ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ദെൻ M'+1 അല്ലെ. ഇപ്പം A-M ചെയ്യണം എന്നുള്ളത് ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു ടൂസ് കോംപ്ലിമെന്റ് സബ്ട്രാക്ഷൻ മെത്തേഡ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറഞ്ഞായിരുന്നു. ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. സോ A-M ചെയ്യണം എന്നുണ്ടെങ്കിൽ വൺസ് കോംപ്ലിമെന്റ് എന്തായിരുന്നു? ടേക്ക് ദ വൺസ് കോംപ്ലിമെന്റ് ഓഫ് ദി സബ്ട്രഹൻഡ് ആൻഡ് ആഡ് വിത്ത് ദ മിനുവന്റ് അല്ലെ. ടൂസ് കോംപ്ലിമെന്റ് ആണെന്നുണ്ടെങ്കിൽ ടൂസ് കോംപ്ലിമെന്റിന്റെ അകത്ത് വലിയ വേരിയേഷൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ടേക്ക് ടൂസ് കോംപ്ലിമെന്റ് ഓഫ് ദി സബ്ട്രഹൻഡ് ആൻഡ് ആഡ് വിത്ത് ദ മിനുവന്റ് എന്ന് പറയുന്നതായിരുന്നു നമ്മളുടെ സ്റ്റെപ്പ് നമ്പർ 1. ദെൻ അതിനുശേഷം ക്യാരീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇഫ് ക്യാരി ജനറേറ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ നോ ക്യാരി ജനറേറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടായിരുന്നു നമ്മുടെ തേർഡ് സ്റ്റെപ്പ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് തേർഡ് സ്റ്റെപ്പ് ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് വേണം. ഓക്കെ, സോ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ടൂസ് കോംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ അതിന്റെ കറസ്പോണ്ടിങ് അഡീഷൻ വെച്ചിട്ടാണ് ഇവിടെ സബ്ട്രാക്ഷൻ. അതായത് ടൂസ് കോംപ്ലിമെന്റ് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് ടൂസ് കോംപ്ലിമെന്റ് ഓഫ് ദ സബ്ട്രഹൻഡ്
Then step 2 എന്ന് പറയുന്നതായിരുന്നു add the 2's complement of subtrahend with minuend അല്ലേ. സോ ഇതായിരുന്നു നമ്മളുടെ 2's complement subtraction നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ സെയിം സ്റ്റെപ്പ് തന്നെ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മളുടെ ഓഫ് ദി സബ്ട്രഹെൻഡ് എന്ന് പറയുന്നത് ഈ കേസിൽ ഏതാണ്? 00011 വിച്ച് ഈസ് ദ ഡിവൈസർ അല്ലെ. അതിന്റെ ഡിവൈസറിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ അതിന്റെ 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം അല്ലെ. സോ 00011ന്റെ 1's കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1100 ആണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 2's കോംപ്ലിമെന്റ് ആണെന്നുണ്ടെങ്കിൽ 1's കോംപ്ലിമെന്റ് +1 ആണ് അല്ലെ. സോ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന 2's കോംപ്ലിമെന്റ് ആണ് ദേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2's കോംപ്ലിമെന്റ് ഓഫ് this 00011 which is the minuend, sorry, which is the divisor. So അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 2's complement 1 m dash plus 1 എന്ന് പറയുന്നത് അതിന്റെ 2's complement ആണ്. m-ന്റെ 2's complement ആണ്. m-ന്റെ 2's complement ആണ് m dash plus 1, അതായത് 1's complement plus 1. സോ ആ കിട്ടിയിരിക്കുന്നത് ഞാനിവിടെ അതിന്റെ വാല്യൂ എടുത്ത് എങ്ങനെയാണ് കിട്ടിയേക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ആ സെയിം സാധനമാണ് അതേ മുകളിൽ എടുത്ത് എഴുതിയിരിക്കുന്നത്. 1101. ഇത്രയും വരെ ഒന്ന് ക്ലിയർ ആണോ എന്ന് പറയാമോ? ഫ്ലോ ചാർട്ട് മൊത്തമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു എക്സാമ്പിളൂടെ കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്? സോ അങ്ങനെയാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ. ഞാൻ നേരെ സ്റ്റെപ്പിലേക്ക് പോവാണ്. സോ ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഡിവിഡൻഡ് എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ആണോ അതായിരിക്കും നമ്മൾ കൗണ്ടിന്റെ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കൗണ്ടിനെ SC എന്നുള്ള പേരിലാണ് ഒരു വേരിയബിൾ ആണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. സോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗണ്ട് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. സോ കൗണ്ട് എന്ന് പറയുന്നത് is equal to 4 which is the number of bits of this Q which is the dividend. ഡിവിഡൻഡിന് എത്ര ബിറ്റ്സ് ഉണ്ടോ അത്രയും ആയിരിക്കും നമ്മൾ കൗണ്ടിന്റെ വാല്യൂ ഇനീഷ്യലി സെറ്റ് ചെയ്യുക. ദെൻ അക്യുമുലേറ്റർ എന്ന് പറയുന്നത് 0 ആയിട്ട് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയേ, കൗണ്ട് എന്ന് പറയുന്നത് n, അക്യുമുലേറ്റർ എന്ന് പറയുന്നത് 0. ദെൻ Q എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് നമ്മൾ ഡിവിഡൻഡ് സേവ് ചെയ്ത് വെക്കുക. അതേപോലെ m ആണ് നമ്മൾ ഡിവൈസർ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് അല്ലെ. സോ m അവിടെ നിൽക്കട്ടെ. നമ്മൾക്ക് ഇപ്പം നിലവിൽ വേണ്ടിയെന്ന് പറയുന്നത് Q ആണ് വിച്ച് ഈസ് ദ ഡിവിഡൻഡ്. കാരണം സബ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിവൈസറിനെ യൂസ് ചെയ്യുക. ഓക്കെ. സോ അപ്പൊ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന അനുസരിച്ച് Qന് നമുക്ക് 4 ബിറ്റ്സ് ആണ് ഉള്ളത്. MSB എന്ന് പറയുന്നത് Q0, Q1, Q2, Q3. ഓക്കെ. LSB ആയിട്ട് Q0യും MSB ആയിട്ട് വരുന്ന ബിറ്റിനെ Qന്റെ MSB ആയിട്ട് വരുന്ന ബിറ്റിനെ Q3 എന്ന് വിളിക്കുകയാണ്. സിമിലർലി ദിസ് ഇസ് A0, A1, A2, A3, A4. ഓക്കെ. സോ അങ്ങനെ നമ്മൾ MSB, LSB ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെക്കുന്നു. ഓക്കെ. സോ ഇതിവിടെ നിന്നോട്ടെ. ഈ 00011 എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ എമ്മിന്റെ വാല്യൂ ആണ് ഇവിടെ ജസ്റ്റ് എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ ഇനീഷ്യലി അക്യുമുലേറ്റർ 0, ക്യൂവിന്റെ അകത്തേക്ക് നമ്മൾ വാട്ട് എവർ വാസ് ദ ഡിവിഡൻഡിന്റെ വാല്യൂ അതിനെ സെറ്റ് ചെയ്യും. ഓക്കെ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഷിഫ്റ്റ് ലെഫ്റ്റ് A, Q, അതായത് എയിലും ക്യൂയിലും ഇരിക്കുന്ന എൻറ്റയർ ബിറ്റ്സിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ നമ്മളുടെ A എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ എയിൽ ഇരിക്കുന്ന വാല്യൂ 00000. എയിൽ ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 00, 5 zeros അല്ലെ. ദെൻ ക്യൂവിൽ ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1000. ഓക്കെ. സോ അതിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. സോ ഇതിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ബിറ്റും ഷിഫ്റ്റ് ആയി പോകും. സോ ഈ ബിറ്റ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഔട്ട് ആയി പോകും. ദിസ് ബിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു MSB പൊസിഷൻ എടുക്കും അല്ലെ. സോ 000, ഈ 1 ആയിരിക്കും ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ എത്തുക അല്ലെ. ദെൻ ബാക്കിയുള്ള 3 സീറോസ് വരും. ദെൻ ഇവിടെ നമുക്കൊരു വേക്കൻറ്റ്, ഇതിപ്പോ റൊട്ടേഷൻ അല്ല കേട്ടോ, വെറുതെ ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്. സോ ഒരു വേക്കൻറ്റ് സ്പേസ് ക്രിയേറ്റ് ആവും. അതായത് ഈ 0 ഉണ്ടായിരുന്നു അത് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയിക്കുമ്പോൾ ഒരു വേക്കൻറ്റ് സ്പേസ് ക്രിയേറ്റ് ആയി പോകും. ആൻഡ് ദിസ് 0 ഇരുന്ന ലൊക്കേഷൻ, ദിസ് 0 എന്ന് പറയുന്നത് ഈസ് ഗെറ്റിംഗ് ഷിഫ്റ്റഡ് ഔട്ട്. ഓക്കെ. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ വേക്കൻറ്റ് സ്പേസ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. അതിന് സൈഡിൽ വരച്ചിരിക്കുന്ന അതേ സംഭവമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഷിഫ്റ്റിംഗ്. ഓക്കെ. ദെൻ വീണ്ടും തിരിച്ചതിലേക്ക് വരുവാണ്. ഷിഫ്റ്റ് കഴിഞ്ഞു. ദെൻ A ഈസ് ഈക്വൽ ടു A മൈനസ് M. A ഈസ് ഈക്വൽ ടു A മൈനസ് M. അതായത് A ഈസ് ദ minuend and M is the subtrahend. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടേക്ക് 2's complement subtraction ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടേക്കിംഗ് 2's complement of the subtrahend and adding with the minuend. ഓക്കെ. സോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
നമുക്ക് ടൂസ് കോംപ്ലിമെന്റ് നമ്മളോട് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 11101. ആ സബ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ അഡീഷൻ നമ്മൾ ടൂസ് കോംപ്ലിമെന്റ് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് 1 and 2 എന്ന് പറയുന്നത് അഡീഷൻ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ സെയിം പ്രോസസ് ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. സോ 1 + 1 0 വിത്ത് ക്യാരി 1. 1 + 1 എന്ന് പറയുന്നത് 0 വിത്ത് ക്യാരി 1. ദെൻ 1 ഈ 1 ഇവിടെ വരും. Then 0 + 1 is 1, 0 + 1 is 1, 0 + 1 is 1. ഓക്കെ, സോ ആ ഒരു സബ്ട്രാക്ഷൻ യൂസിങ് ടൂസ് കോംപ്ലിമെന്റിന്റെ അകത്ത് അഡീഷൻ പ്രോസസ് ആണ് നമ്മളിപ്പോൾ ക്യാരി ഔട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ അതിനുശേഷം നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, a less than 0 ആണോ എന്നുള്ളതാണ് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കേണ്ട കാര്യം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫസ്റ്റത്തെ MSB ബിറ്റ് ആണ് സൈൻ ബിറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ MSB ബിറ്റ് ആണ് സൈൻ ബിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓൾറെഡി അറിയാം ടൂസ് കോംപ്ലിമെന്റ് സബ്ട്രാക്ഷൻ ആണ്. ക്യാരി ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നെഗ്ലക്ട് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ക്യാരി ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടേക്കിംഗ് അതിന്റെ വീണ്ടും ടൂസ് കോംപ്ലിമെന്റ് എടുത്ത് നെഗറ്റീവ് സൈൻ ഇട്ട് എഴുതുന്നതായിരുന്നു നമ്മൾ പ്രോസസ്സ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒറിജിനൽ ടൂസ് കോംപ്ലിമെന്റിലേക്ക് വരുന്ന കേസിൽ. ഇനിയിപ്പോൾ ഇതിലേക്ക് വരിക, വീണ്ടും തിരിച്ച് നമ്മളുടെ ഫ്ലോ ചാർട്ടിലേക്ക് വരിക. MSB ബിറ്റ് a less than 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈസ് ബൈ ചെക്കിംഗ് അറ്റ് ദ MSB ബിറ്റ്, അക്യുമുലേറ്ററിൽ ഇരിക്കുന്ന MSB ബിറ്റ്, അതായത് സൈൻ ബിറ്റ്. ഓക്കെ, അക്യുമുലേറ്ററിൽ ഇപ്പം ഇരിക്കുന്ന MSB എന്ന് പറയുന്നത് സൈൻ ബിറ്റ് ആണ്. സോ ആ സൈൻ ബിറ്റിൽ 1 ആണോ 0 ആണോ വരുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബാക്കി നോക്കേണ്ടത്. സോ a less than 0, അതായത് a less than 0 ആണെന്നുണ്ടെങ്കിൽ MSB ബിറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, വിച്ച് മീൻസ് നെഗറ്റീവ് ആണ്. MSB എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ പോസിറ്റീവ് നമ്പർ അല്ലേ. സോ അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മളുടെ ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന MSB ബിറ്റ് എന്താണ്, 1 അല്ലേ. സോ MSB ബിറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ നെഗറ്റീവ് നമ്പർ, വിച്ച് മീൻസ് a is less than 0. a less than 0 ആണെങ്കിൽ എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്, Q0യിലേക്ക് 0 കൊടുക്കുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 1 ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ Q0യിൽ കൊണ്ടുപോയി ഇത് ആ ബ്ലാങ്ക് സ്പേസ് വന്നിട്ടില്ലായിരുന്നു, നമ്മൾ ഷിഫ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഒരു ബ്ലാങ്ക് സ്പേസ് ജനറേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു Q0. ആ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലാങ്ക് സ്പേസിലേക്ക് നമ്മൾ എന്താണ് 0 കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതാണ് നമ്മളുടെ വേക്കൻറ്റ് സ്പേസിൽ നമ്മൾ 0 ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള അങ്ങനെ തന്നെ എടുത്ത് എഴുതിയിരിക്കുവാണ്. ആ വേക്കൻറ്റ് സ്പേസ് ആവുന്ന, അതായത് ഈ റോ ഇവിടെ ഒന്ന് എടുത്ത് നോക്കിയേ, ഇത് ആ സെയിം തന്നെയാണ് ഇത് ഇപ്പോൾ ഇവിടെ വീണ്ടും റീറൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 001 ദെൻ 000 വേക്കൻറ്റ് സ്പേസ് വന്നിരിക്കുന്നിടത്ത് നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ദെൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, a ഈസ് ഈക്വൽ ടു a പ്ലസ് m. അതിനാണ് ആക്ച്വലി റീസ്റ്റോറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞിരിക്കണം എന്നില്ല. ഈ ഫ്ലോ ചാർട്ട് ഒന്ന് പറയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നു എന്നേ ഉള്ളൂ. ഇത്ര ഡെപ്ത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം നിർബന്ധമില്ല. ഓക്കെ, സോ a ഈസ് ഈക്വൽ ടു a പ്ലസ് m. ഓക്കെ, സോ അക്യുമുലേറ്ററിന്റെ കൂടത്തിൽ എമ്മിൽ ഇരിക്കുന്ന വാല്യൂ വിച്ച് ഈസ് 00011. സോ അപ്പോൾ ഈ ആ ഒരു 00011നെയാണ് അത് ഇവിടെ കൊണ്ട് ആഡ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്, റീസ്റ്റോറിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇവിടെ 3 സീറോകൾ ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ. 0 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ ഇട്ടാലും ഇട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. സോ 1 + 1 0 ക്യാരി 1, ദെൻ ജസ്റ്റ് ഒരു അഡീഷൻ മാത്രമാണ് ഇവിടെ വന്നേക്കുന്നത്. സോ അത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മളുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, a is equal to a plus m കഴിഞ്ഞതിന് ശേഷം കൗണ്ടിനെ നമ്മൾ ഒരെണ്ണം ഡിക്രിമെന്റ് ചെയ്യണം. ദെൻ കൗണ്ട് 0 ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഈ ഒരു ഐട്രേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ കൊണ്ട് നമ്മൾ വീണ്ടും കൗണ്ട് എന്ന് പറയുന്നത് 3 ആക്കി ദെൻ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കൂടെ ഇവിടെ വേരിയേഷൻ വരുന്നതെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആ MSB വരുന്ന ബിറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ ആ വേക്കൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 0 ആയിട്ടായിരിക്കും നമ്മൾ റീപ്ലേസ് ചെയ്യുക. ഇവിടെ 0 ആണ് വരുന്നെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വാല്യൂ, MSB 0 ആണെന്നുണ്ടെങ്കിൽ 1 കൊടുക്കും, വേക്കൻറ്റ് സ്പേസിൽ 1 കൊടുക്കും. MSB 1 ആണെന്നുണ്ടെങ്കിൽ വേക്കൻറ്റ് സ്പേസിൽ 0 കൊടുക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൗണ്ട് എന്ന് പറയുന്നത് 0 ആകുമ്പോൾ പരിപാടി അവസാനിപ്പിക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിന്റെ എക്സാമ്പിൾ ഒന്നും ചെയ്യാനായിട്ടില്ല, ജസ്റ്റ് ആ ഒരു ഫ്ലോ ചാർട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇത്രയും ജസ്റ്റ് ഒരു ഏകദേശം. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം എഴുതാനായിട്ട് വീണ്ടും നമ്മൾ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ആ ഫ്ലോ ചാർട്ടും കൂടെ ഞാനിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നേരെ പ്രോഗ്രാമിലേക്ക് പോവാണ്. ഫസ്റ്റ് മൊഡ്യൂൾ നെയിം, ദെൻ വേരിയബിൾ നെയിംസ്, ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് ആയിട്ട് വരുന്ന വേരിയബിൾ നെയിംസ്. നമ്മളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഡിവിഡൻറ്റ് ഡിവൈസറും ആണെന്ന് നമുക്കറിയാം. സോ ഡിവിഡൻറ്റ് ഡിവൈസറിന് വേണ്ടിയിട്ടുള്ള 2 വേരിയബിൾസ്, ഡിവിഡൻറ്റിന് വേണ്ടിയിട്ട് ക്യൂവും
ഡിവൈസറിന് വേണ്ടിയിട്ട് എം എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് കോഷ്യന്റ് ഒരു ഡിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ കോഷ്യന്റ് റിമൈൻഡർ ആണ് അതിന്റെ ഔട്ട്പുട്ട് നമുക്കറിയാം അല്ലേ. സോ കോഷ്യന്റിന് ക്യു യു ഒയും റിമൈൻഡറിന് ആർ ഇ എം എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ച് 4 ബിറ്റ് വെച്ചിട്ടൊക്കെ ഉള്ളതാണ്. ഇപ്പൊ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ 7:0 ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 7:0 വിച്ച് മീൻസ് ഇറ്റ് ഈസ് 8 ബിറ്റ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഓർക്കുന്നുണ്ടല്ലോ അല്ലെ. സോ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ഇപ്പൊ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് 8 ബിറ്റ് ഡിവിഡൻഡും 7:0 എം വിച്ച് മീൻസ് ദ ഡിവിഡൻഡ് ആൻഡ് ഡിവൈസർ എന്ന് പറയുന്നത് രണ്ടും 8 ബിറ്റ് ആണ് എന്നാണ് നമ്മൾ പ്രോഗ്രാം എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം. ഇനി സപ്പോസ് ഒരു 4 ബിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ 3:0 എഴുതി കഴിഞ്ഞാൽ ആക്കി ഇതിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം 4 ബിറ്റിലേക്ക് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഒന്ന് ഓർത്തോളൂ കേട്ടോ. ബിറ്റ് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി ചോദിക്കാം. ദെൻ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇൻപുട്ടുകളെ രണ്ടിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. സോ ഔട്ട്പുട്ട് ദ കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് 7:0 അല്ലെന്നുണ്ടെങ്കിൽ രണ്ടും 7:0 വിച്ച് മീൻസ് 8 ബിറ്റ് ആയിട്ടാണ് കോഷ്യന്റ് റിമൈൻഡറും. സോ ബോത്ത് ദ ഡിവിഡൻഡ് ഡിവൈസർ ആസ് വെൽ ആസ് ദ കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ ഇപ്പൊ എല്ലാ സാധനങ്ങളും നമ്മൾ 8 ബിറ്റിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ഇപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ. ദെൻ പിന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കോഷ്യന്റിനെയും അതേപോലെ തന്നെ റിമൈൻഡറിനെ രജിസ്റ്റർ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ആൻഡ് ഓൾസോ വി ആർ അസൈനിങ് വാല്യൂസ്. ഇനീഷ്യലി നമ്മളുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോഷ്യന്റിന്റെ റിമൈൻഡറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിഫോൾട്ട് ആയിട്ട് 0 ആയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. സോ അതുകൊണ്ട് അവിടെ നമ്മൾ ഇവിടെ 0 ആയിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഡിക്ലെയറിംഗ് ദം ആസ് രജിസ്റ്റേഴ്സ്. ദ കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ വേരിയബിൾസിനെ രജിസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. റെഡ് 7:0 ക്യു യു ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യു യു ഒ എന്ന് പറയുന്ന വേരിയബിളിൽ 8 ബിറ്റ് ആണ്, 8 ബിറ്റ് രജിസ്റ്റർ ആണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. ഓക്കെ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അതിന് 0 വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. കാരണം ഇനീഷ്യലി ബിഫോർ സ്റ്റാർട്ടിങ് ദ പ്രോസസ് കോഷ്യൻ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ നോക്കിയേ ദീസ് നമ്മളിവിടെ A1 ആൻഡ് B1 എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസിനെ നമ്മുടെ ഒരു 8 ബിറ്റ് ആയിട്ട് വരുന്ന രണ്ട് വേരിയബിൾസിനെ കൂടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. വിച്ച് ആർ ഓൾസോ ഡിക്ലെയർഡ് ആസ് രജിസ്റ്റേഴ്സ്. ഓക്കെ. സോ ഇപ്പോൾ ഇവിടെ നോക്കുക A1 എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഫ്ലോ ചാർട്ടിന്റെ അകത്തെ ക്യൂ അല്ലെ. ഡിവിഡൻഡിനെ ക്യൂ ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഫ്ലോ ചാർട്ടിന്റെ അകത്ത് ക്യൂ എന്ന് പറയുന്നത് ഡിവിഡൻഡ് പ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു A1 എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഒരു രജിസ്റ്റർ ആയിട്ടും കൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഡിവൈസർ എന്ന് പറയുന്ന നമ്മുടെ ഫ്ലോ ചാർട്ടിന്റെ അകത്ത് എം ആയിട്ടായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പ്രോഗ്രാമിന്റെ അകത്ത് അതിനെ B1 വെച്ചിട്ടൊന്ന് റീപ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ അത് രണ്ടും 8 ബിറ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ. സോ ക്യൂ എമ്മും ഉണ്ട്. സോ അതിനെ വീണ്ടും ഒരു പ്രോഗ്രാമിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. ഓക്കെ. ദെൻ പിന്നെ നമ്മൾ P1 എന്ന് പറയുന്ന ഒരു രജിസ്റ്ററും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് വിച്ച് ആക്ട്സ് ആസ് ദ അക്യുമുലേറ്റർ. നമ്മുടെ ഫ്ലോ ചാർട്ടിന്റെ അകത്തെ അക്യുമുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഇവിടെ P1 ആയിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നു. ഒറ്റ ഒരു സെക്കൻഡ്. ഓക്കെ. ഓക്കെ. സോ നമ്മളിവിടെ നിർത്തിയത് P1. ഓക്കെ. പിന്നെ നമ്മൾ ഒരു ഇന്റിജർ ഐയും കൂടെ വെക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ബേസിക്കലി ഫോർ ട്രാക്കിംഗ് ദ കൗണ്ട് അല്ലെ. സോ കൗണ്ട് ഈസ് ഈക്വൽ ടു കൗണ്ട് -1 നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ കൗണ്ടിന് വേണ്ടിയിട്ടാണ് ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോറി, ഇന്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം ഓൾവേസ് ബ്ലോക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നതാണ്. ഓൾവേസ് സെറ്റ് ക്യൂ ഓർ എം. ക്യൂ ഓർ എം എന്ന് പറയുന്നത് നമ്മളുടെ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഡിവൈസർ നമുക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾവേസ് ബ്ലോക്കിനകത്താണ് നമ്മൾ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൻഡ് അതിൻ്റെ അകത്ത് ഉറപ്പായിട്ട് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബിഗിൻ എൻഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലെ. സോ ഇപ്പോൾ ബിഗിൻ ഇവിടെ എൻഡ് കിടപ്പുണ്ട്. സോ ആദ്യം ബിഗിൻ ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ട് രജിസ്റ്റേഴ്സും കൂടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിവിഡൻഡ് അതായത് ക്യൂവിൽ ഇരിക്കുന്നത് A1ലേക്ക് കൊടുക്കാനായിട്ടും എം ഡിവൈസറിൽ ഇരിക്കുന്നത് B1ലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് രജിസ്റ്ററിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ P1 എന്ന് പറയുന്നതാണ് അക്യുമുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സോ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളുടെ രജിസ്റ്റേഴ്സിലേക്ക് ക്യൂവിലിരിക്കുന്ന A1ലേക്ക് എമ്മിലിരിക്കുന്ന B1ലേക്ക് അതേപോലെ തന്നെ ക്യൂവിലിരിക്കുന്നത് അതിന്റെ കറസ്പോണ്ടിങ് P1ലേക്ക് കൊടുക്കുന്നു. ഓക്കെ. സോ A1 B1 P1. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇനീഷ്യലി കൊടുക്കുന്നത് എന്നുള്ളത്, സോറി 0 ആണ് ഇനീഷ്യലി P1ന്റെ വാല്യൂ എന്ന് പറയുന്നത്. P1 വിച്ച് ആക്ട്സ് ആസ് ദ അക്യുമുലേറ്റർ. ക്യൂവിലിരിക്കുന്ന A1 എമ്മിലിരിക്കുന്ന B1 then P1 എന്ന് പറയുന്ന അക്യുമുലേറ്റർ ഇനീഷ്യലി വിച്ച് ഈസ് ബീങ് സെറ്റ് ടു 0.
ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഫോർ ലൂപ്പ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ഫോർ ഐ ഇസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 8, ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ഓക്കെ, നമ്മുടെ ഒറിജിനൽ നിങ്ങളുടെ സാധാരണഗതിയിൽ നമ്മൾ സിയിൽ എഴുതുന്ന അതേ ഫോർ ലൂപ്പിന് അതേ സിൻടാക്സ് തന്നെയാണ് ഇവിടെ, വ്യത്യാസമൊന്നും തന്നെ ഇല്ല. ഇനീഷ്യലി ഐയുടെ വാല്യൂ 0. ദെൻ ഇവിടെ നമ്മൾ 8 എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് 8 ബിറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ എല്ലാ ഡിവിഡൻഡ് ഡിവൈസറൊക്കെ 8 ബിറ്റ് ആയതുകൊണ്ടാണ്. ഇത് 4 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഐ ലെസ് ദാൻ 4 എന്ന് എഴുതേണ്ടി വന്നേനെ. 3 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ 3, അല്ലെങ്കിൽ ഇപ്പോൾ 5 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ 5 എന്ന് എഴുതേണ്ടി വന്നേനെ. ദെൻ ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ദെൻ ബിഗിൻ. സോ ഇനീഷ്യലി P1ലേക്ക് വരേണ്ട ഷിഫ്റ്റിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ, ഇവിടെ വരെയുള്ള പ്രോസസ്സ് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ്, നമുക്ക് ഷിഫ്റ്റ് എ കോമ ക്യൂ, ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്യണം അല്ലേ. സോ അതൊന്ന് നോക്കണേ. സോ ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്യേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, എ കോമ ക്യൂ. എയിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്, എ എന്ന് പറയുന്ന അക്യുമുലേറ്ററിൽ ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ P1ലാണ് ഇപ്പോൾ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. P1 ഈസ് ദ അക്യുമുലേറ്റർ. ദെൻ എ കോമ എം ആണ് നമ്മൾ എ കോമ ക്യൂ ആണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. എ കോമ ക്യൂ അല്ലേ. സോ അതായത് നമ്മളുടെ ആ എക്സാമ്പിളിൽ കണ്ടിരുന്ന ക്യൂ. സോ ക്യൂ എന്ന് പറയുന്ന ഡിവിഡൻഡ് ആണ്. അതിപ്പോൾ നിലവിൽ നമ്മൾ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് A1ന്റെ അകത്താണ്. ഓക്കെ, സോ പിയും ക്യൂവും. സോ P1ന്റെ അകത്തെ നമ്മളുടെ MSB ബിറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും, 8 ബിറ്റ് ആണ് അല്ലേ. സോ P7, P6, P5, P4, P3, P2, P1, P0 8 ബിറ്റ്. അതേപോലെ A1 എന്ന് പറയുന്നതിൻ്റെ ഇപ്പം ഞാനിപ്പോൾ ആ 1 എടുത്തങ്ങ് കളഞ്ഞേച്ചാൽ കേട്ടോ, ബാക്കി പറയുന്ന 1 ഉണ്ടെന്നൊന്ന് വിചാരിച്ചാൽ മതി, അല്ലെ ഓരോന്നിനും കൂട്ടത്തിലും 1 എഴുതേണ്ടി വരും. സോ A7, A6, A5 അപ് ടു A2, A1, A0. ഓക്കെ, ഇതാണ് നമ്മുടെ ഒറിജിനലി ഉണ്ടായിരുന്ന 8 ബിറ്റുകൾ നമ്മളുടെ അക്യുമുലേറ്ററിലും അതേപോലെ തന്നെ ക്യൂവിലും ഉണ്ടായിരുന്നത്. നമ്മുടെ തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൻ്റെ അകത്ത് ഈ ഷിഫ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇവിടെ നമ്മൾ 4 5ഉം ഇവിടെ 4 ബിറ്റ്സ് ആണ്. അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഇവിടെ വാല്യൂസ് സേവ് ചെയ്ത് വെക്കുന്നു. ഇനി ആഫ്റ്റർ ഷിഫ്റ്റിംഗ് എന്താണ് നടക്കേണ്ടത്, A0യിൽ ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എല്ലാം ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് അല്ലേ. സോ A0യിൽ ഇരിക്കുന്ന വാല്യൂ A1ൽ വരും, A1ൽ ഇരിക്കുന്ന വാല്യൂ A2ൽ വരും. അതേപോലെ മൊത്തം ഇപ്പോൾ എഴുതുന്നില്ല. A5ലേക്ക് വരുന്ന A4ൽ ഇരിക്കുന്ന വാല്യൂ, ദെൻ A5, A6, ഈ A7ൽ ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് P0യിലേക്ക് വരും. P0യിൽ ഇരിക്കുന്ന വാല്യൂ P1ലേക്ക് വരും. P2 മൊത്തം ഞാനിപ്പോൾ എഴുതുന്നില്ല കേട്ടോ, സോറി, P0, P1, അതേപോലെ തന്നെ P5, P6. ഈ P7 എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഔട്ട് ആയി പോവും. അതേപോലെ തന്നെ ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ആ സെയിം പ്രോസസ്സാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. മുകളിലേക്ക് നോക്കിക്കേ, P1 ഈസ് ഈക്വൽ ടു P1 6:0 ഈ കിടക്കുന്നത്. P6 മുതൽ P0 വരെയുള്ളത് ഇത് P1 6:0 ഒരു കൺകാറ്റനേഷൻ ബ്രാക്കറ്റിനകത്താണ് എഴുതിയിരിക്കുന്നത്, വിച്ച് മീൻസ് അത് കണ്ടിന്യൂസ് ബിറ്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. ദെൻ അതിന്റെ കൂട്ടത്തിൽ വരുന്ന ഏതാണ്, A7. ഇത്രയും സാധനം എവിടെയാണ് പോകേണ്ടത്, P1. അതാണ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്. P1 ഈസ് ഈക്വൽ ടു. ദെൻ പിന്നെ ഉള്ളത് നമ്മളുടെ A1 അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്യൂവിൽ വരുന്ന വാല്യൂ എന്താണെന്നുള്ളതാണ്. A1ൽ ഒറിജിനൽ ഉണ്ടായിരുന്ന A7 to A0 ആയിരുന്നു. ഇപ്പോൾ ഒരെണ്ണം ഷിഫ്റ്റ് ചെയ്ത് കളഞ്ഞു, സോറി ഒരെണ്ണം ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് വന്നിട്ടുണ്ട്. സോ മിച്ചം ഇവിടെ ഇപ്പോൾ 8 ബിറ്റിന് പകരം 7 ബിറ്റുകളെ ഉള്ളൂ, വിച്ച് ഈസ് A6 to A1. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. A6 to A1 അല്ല, A0. ഈ കിടക്കുന്ന 0 ആണ് ഇവിടെ വന്നത്. ഇവിടെ ബ്ലാങ്ക് സ്പേസ് ജനറേറ്റ് ആയി A1 അങ്ങനെ പോകുന്നു. ഓക്കെ, സോ അതാണ് ഈ എഴുതിയിരിക്കുന്നത്. A1ന്റെ അകത്ത് 7:1 എന്ന് പറയുന്നത് ടോട്ടൽ ഇപ്പം നമുക്കുള്ള ഒരു ബ്ലാങ്ക് സ്പേസ് വന്നു. അതുകൊണ്ടാണ് ഇവിടെ 8 ബിറ്റ് ഇല്ലാതെ 7 ബിറ്റ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ 7 ബിറ്റ് ലൊക്കേഷൻസിൽ എന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. ആ ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് ആക്ച്വലി ഈ 2 സ്റ്റെപ്സിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. സോ ആഫ്റ്റർ ലെഫ്റ്റ് ഷിഫ്റ്റ് പിന്നെ നമ്മുടെ ഫ്ലോ ചാർട്ടിൽ പറയുന്നത് എന്താണ്, A ഈസ് ഈക്വൽ ടു A മൈനസ് M. സോ ഇതിപ്പോൾ നമ്മളുടെ പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മളുടെ 2's കോംപ്ലിമെന്റ് ഒന്നും എടുക്കണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സബ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ A1 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ P1 വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ P1 ഈസ് ഈക്വൽ ടു P1 മൈനസ് A മൈനസ് M അല്ലേ. സോ അതെന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് B1 ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഡിവൈസറിന് വേണ്ടിയിട്ട്. സോ B1 ഡയറക്റ്റ് സബ്ട്രാക്ഷൻ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ 2's കോംപ്ലിമെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പ്രോഗ്രാമിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്ട്രാക്ഷൻ അരിത്മെറ്റിക് പോസിബിൾ ആണ്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം, ഈ ഒരു സബ്ട്രാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട കാര്യം എന്താണ്, ഇഫ് A ഈസ് ഈക്വൽ ടു 0. അക്യുമുലേറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ എന്താണ്,
P1. P1ന്റെ അകത്തെ MSB ബിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? P6 അല്ലേ? സോ നമ്മളുടെ P6ന്റെ P6 എന്ന് പറയുന്നത് P6 ഇപ്പൊ ഇരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് P7ന്റെ അകത്താണ് ഇപ്പൊ P6 ഇരിക്കുന്നത് അല്ലെ? സോ അപ്പൊ നമ്മളുടെ ഒറിജിനൽ MSB ബിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ അക്യുമുലേറ്ററിന്റെ MSB എന്ന് പറയുന്നത് P7 അല്ലെങ്കിൽ P7 ആണ് അല്ലെ? സോ if A is less than 1, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈൻ ബിറ്റ് ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. സൈൻ ബിറ്റ് അല്ലെ? സൈൻ ബിറ്റ് A ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ സൈൻ ബിറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും ഈ ഒരു കേസിൽ. ദെൻ നോ ആണെന്നുണ്ടെങ്കിൽ സൈൻ ബിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. A ലെസ് ദാൻ 0 അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ ബിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അക്യുമുലേറ്ററിന്റെ അകത്തെ MSBയിൽ ഇരിക്കുന്ന ബിറ്റ് ആണ് വിച്ച് ഈസ് P7. അപ്പൊ അതാണ് ഇത് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇഫ് P1 ഓഫ് 7 ഈസ് ഈക്വൽ ടു 1, അതായത് MSBയിൽ ഇരിക്കുന്ന ബിറ്റ് 1 ആണോ? 1 ആണെന്നുണ്ടെങ്കിൽ A ലെസ് ദാൻ 0 ആണെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? Q0യിലേക്ക് 0. Q0യ്ക്ക് പകരം നമ്മളോട് യൂസ് ചെയ്തിരിക്കുന്നത് A1 അല്ലെ? A1ന്റെ അകത്തെ 0. ഈ ബ്ലാങ്ക് സ്പേസ് ക്രിയേറ്റ് ആയിട്ടില്ലായിരുന്നു, അതിനായിരുന്നു നമ്മൾ A ഓഫ് 0യുടെ പൊസിഷൻ ആണത് അല്ലെ? സോ A ഓഫ് 0യിലേക്ക് എന്ത് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം. അതായത് ഇവിടെ ഇത് നോക്കിയേ, MSB ബിറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് സ്പേസിൽ 0 കൊടുക്കും. MSB ബിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് സ്പേസിൽ 1 ഇട്ട് കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ പരിപാടിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫ്ലോ ചാർട്ടിലും ഉണ്ടായിരുന്നു. സോ MSB ബിറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ ആ ബ്ലാങ്ക് സ്പേസിലേക്ക് നമ്മൾ 0 അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ ആ പ്രോസസ്സ് കഴിഞ്ഞു. ദെൻ A ഈസ് ഈക്വൽ ടു A പ്ലസ് M അല്ലെ? എക്ക് പകരം നമ്മളോട് P1 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ P1 ഈസ് ഈക്വൽ ടു P1 പ്ലസ് M എന്ന് പറയുന്നത് B1 ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ B1. സോ A ഈസ് ഈക്വൽ ടു 1, അതായത് ഈ A ലെസ് ദാൻ 0 S വരുന്ന ഇത്രയും ഭാഗം നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇനി അല്ലെന്നുണ്ടെങ്കിൽ A ലെസ് ദാൻ 0 അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്? Q0യിലേക്ക് 1 കൊടുക്കാനായിട്ട്. Q0യ്ക്ക് പകരം നമ്മളോട് കറസ്പോണ്ടിങ്ങിൽ എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത് A1 ഓഫ് 0 ആണ്. A1ന്റെ അകത്തെ 0 എന്ന് പറയുന്ന ബിറ്റ് ലൊക്കേഷൻ വിച്ച് ഈസ് ദിസ് LSB ബിറ്റ്. അതിലേക്ക് നമ്മൾ 1 ഇട്ട് കൊടുക്കുന്നു. ഇത് 1 അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന ഓപ്ഷൻ എന്താണ്? നമ്മളുടെ MSB ബിറ്റിൽ 0 വരുന്ന ഓപ്ഷൻ. 0 വരുവാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 ആണ് നമ്മൾ LSBയിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. A1 ഓഫ് 0 ഈസ് ഈക്വൽ ടു 1. ദെൻ എൻഡ് ചെയ്യുക. പിന്നെ ഉള്ളത് നമുക്കിപ്പോൾ ഇനി കോഷ്യന്റ് റിമൈൻഡറും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമുക്ക് A1ൽ ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. സോ ദാറ്റ് 8 ബിറ്റ് വാല്യൂ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ കോഷ്യന്റ്. അതായത് ഈ ഒരു പ്രോസസ് പിന്നെ ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാലോ. ഫോർ ലൂപ്പിന്റെ അകത്താണ് ഈ സാധനം കിടക്കുന്നത്. സോ കൗണ്ട് എന്ന് പറയുന്നത് 8 ടൈംസ് ഈ ഒരു ഐട്രേഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ലൂപ്പ് എന്ന് പറയുന്ന ക്ലോസ് ആകും. ദെൻ ഫൈനലി ഇപ്പോൾ A1ൽ ഇരിക്കുന്ന വാല്യൂ എന്താണോ അത് കോഷ്യന്റിലേക്കും, അതേപോലെ P1ൽ ഇരിക്കുന്ന വാല്യൂ എന്താണോ അത് റിമൈൻഡർ ആയിട്ട് മാറും. സോ ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ അകത്ത് വരുന്നത്. സോ ഇതൊന്ന് ക്ലിയർ ആയോ എന്ന് പറയാമോ? പെട്ടെന്ന് തന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കുവാണ്, വിച്ച് ഈസ് ദ ബാരൽ ഷിഫ്റ്റർ. ബാരൽ ഷിഫ്റ്റർ നിങ്ങൾ പഠിച്ചു കാണാനായിട്ട് സാധ്യതയില്ല, പക്ഷെ ഇത് ഭയങ്കര സിമ്പിൾ ആണ്, ഒരു ബുദ്ധിമുട്ടും തന്നെ ഇല്ല. ഓക്കെ, സോ ബാരൽ ഷിഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്കറിയാം, നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. റൊട്ടേറ്റ് റൈറ്റ് ഷിഫ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ്, റെഗുലർ റൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഷിഫ്റ്റ്, കാര്യങ്ങളെല്ലാം നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന് അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇസ് എ ബാരൽ ഷിഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെഗുലർ റൊട്ടേറ്റ്, ഇപ്പൊ സപ്പോസ് നമ്മളുടെ റൊട്ടേറ്റ് റൈറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ റൊട്ടേറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? MSBയിൽ ഇരിക്കുന്നത് എന്ന് പറയുന്നത് LSB ആയിട്ട് മാറും റൊട്ടേറ്റ് റൈറ്റ് ഷിഫ്റ്റിൽ അല്ലെ? സോ അങ്ങനെ ഓരോ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നേരെ റൈറ്റ് ഷിഫ്റ്റ് നടക്കും, MSBയിൽ വരുന്ന സാധനങ്ങൾ LSB ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് നമ്മുടെ റെഗുലർ റൊട്ടേറ്റ് ഷിഫ്റ്റ്, റൊട്ടേറ്റ് റൈറ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഷിഫ്റ്റ്, ഏത് റൊട്ടേറ്റ് ഷിഫ്റ്റുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും. പക്ഷെ ഇതിനകത്തെല്ലാം നമുക്കൊരു സിംഗിൾ ബിറ്റ് വെച്ച് മാത്രമേ, അതായത് ഒരൊറ്റ ബിറ്റ്, MSBയിൽ ഇരിക്കുന്ന ഒറ്റ ബിറ്റിനെ മാത്രമേ എനിക്ക് കൊണ്ടുപോയി LSB ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നേരെ തിരിച്ചുള്ള ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചു അല്ലെ? പക്ഷേ ബാരൽ ഷിഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സ്പെസിഫിക് നമ്പർ ഓഫ് ബിറ്റ്സിനെ, സേ 3 ബിറ്റ്സ് അല്ലെങ്കിൽ 4 ബിറ്റ്സ്, ലാർജർ ആയിട്ടുള്ള ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 5 ബിറ്റ്സ് അല്ലെങ്കിൽ 7 ബിറ്റ്സ്, അങ്ങനെ എത്ര നമ്പർ ഓഫ് ബിറ്റുകളെ വേണമെന്നുണ്ടെങ്കിലും എനിക്ക് റൈറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ലെഫ്റ്റോ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്ന കൈൻഡ് ഓഫ് ഷിഫ്റ്റേഴ്സിനെയാണ് ബാരൽ ഷിഫ്റ്റേഴ്സ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The purpose of shifting an entire data word by a specified number of bits. ഒരു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ബിറ്റ്സ്. മറ്റേ ഈ ഒരു നമ്മുടെ റെഗുലർ ഇതുവരെ നിങ്ങൾ പഠിച്ചിരിക്കുന്നതിൻ്റെ അകത്തെല്ലാം സിംഗിൾ ബിറ്റ് മാത്രമാണ് റൊട്ടേറ്റ് റൈറ്റോ അല്ലെങ്കിൽ ലെഫ്റ്റോ ഷിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചേക്കുന്നത്. അപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് ബിറ്റ്സ്, നീഡ് നോട്ട് ബി 1 ബിറ്റ്, ചിലപ്പോൾ 2 ബിറ്റ്സ് ആകാം,
3 ബിറ്റ് ആയിരിക്കും. അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇപ്പം എനിക്ക് 3 ബിറ്റ് മതി. മേ ബി ആഫ്റ്റർ എ സർട്ടൺ ടൈം എനിക്കൊരു 4 ബിറ്റിനെ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മേ ബി കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്ക് 3 ബിറ്റ്സിനെ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എത്ര നമ്പർ ഓഫ് ബിറ്റ്സിനെയാണ് ഈ റൊട്ടേറ്റ് റൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യിക്കേണ്ടത് എന്നുള്ളത് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഷിഫ്റ്റേഴ്സിനെയാണ് ബാരൽ ഷിഫ്റ്റേഴ്സ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ആൻഡ് ദിസ് ക്യാൻ ബി ഈസിലി അച്ചീവ്ഡ് ബൈ യൂസിങ് എ സീരീസ് ഓഫ് മൾട്ടിപ്ലെക്സേഴ്സ്. ഓക്കെ, സോ ഒരു മൾട്ടിപ്ലെക്സറിന്റെ ചെയിൻ നമുക്ക് ഒരു കാസ്കേഡഡ് ഒരു റെഗുലർ കാസ്കേഡിംഗ് അല്ല, റെഗുലർ കാസ്കേഡിംഗ് എന്ന് വിളിക്കാൻ പറ്റില്ല ആക്ച്വലി. ഒരു സ്പെസിഫിക് രീതിയിൽ നമുക്ക് ഒരു കണക്റ്റഡ് രീതിയിൽ നമുക്ക് ഒരു സീരീസ് ഓഫ് മൾട്ടിപ്ലെക്സേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഷിഫ്റ്റിംഗ് പ്രോസസ്സ് എത്ര എമൗണ്ട് ഓഫ് ഷിഫ്റ്റിംഗ് വേണം എന്നുള്ളത് എനിക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. സോ അതിൻ്റെ ഒരു ഡയഗ്രാം നമുക്കൊന്ന് കാണാം. സോ ജസ്റ്റ് ഒന്ന് ഡയഗ്രാം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. ഡയഗ്രാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡയഗ്രാം വരയ്ക്കാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഡയഗ്രാം മാത്രമായിട്ടൊന്ന് വരയ്ക്കാൻ. പ്രോഗ്രാം നമ്മൾ ആക്ച്വലി ഡയഗ്രാം വെച്ചിട്ടല്ല ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ബട്ട് സ്റ്റിൽ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇതൊരു 4-ബിറ്റ് ബാരൽ ഷിഫ്റ്ററിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോജിക് ഡയഗ്രാം ആണ്. സോ 4 ബക്സുകൾ 1 2 3 4. ഓക്കെ, മക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4:1 മക്സ് ആണ്. ഫോർ ഇൻപുട്സ് ഫോർ ഈച്ച് 0 1 2 3 വെച്ചാണ് കാണിച്ചേക്കുന്നത്. ആൻഡ് സിംഗിൾ ഔട്ട്പുട്ട് അല്ലെ. സോ 4 ഇൻപുട്ട് 1 ഔട്ട്പുട്ട് ആൻഡ് നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് ഫോർ എ 4:1 മക്സ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, സോ ആ സെലക്ട് ലൈൻസിനാണ് ഇവിടെ S1 ആൻഡ് S0 വെച്ച് കാണിച്ചിരിക്കുന്നത്. അതെല്ലാ മക്സുകളുടെയും S1 ആൻഡ് S0 ഈസ് കണക്റ്റഡ് ആസ് എ സിംഗിൾ വൺ, വിച്ച് മീൻസ് ഒരു S1ന് ഒരു വാല്യൂ കൊടുത്താൽ അത് എല്ലാത്തിൻ്റെയും S1ലേക്ക് പോകും. അത് വിച്ച് മീൻസ് എല്ലാം ഒരേപോലെ ആയിരിക്കും ഫംഗ്ഷൻ ചെയ്യുക. അതാണ് S1ഉം S0യും ഒരുമിച്ച് എല്ലാത്തിനും ഒരേപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ദെൻ പിന്നെ നോക്കിയേ, എല്ലാ മക്സുകളുടെയും 0 അല്ലെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് 0 ആയിട്ട് വരുന്നതിനെ നമ്മൾ ഔട്ടായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോറി ഔട്ട് അല്ല, ഇൻപുട്ട് നമ്മൾ ഫീഡ് ചെയ്യാനായിട്ടുള്ളത് വാട്ട് എവർ ഈസ് ദ ഇൻപുട്ട്. ഇപ്പം 4 ബിറ്റ് ഉള്ള ഒരു 4-ബിറ്റ് ബാരൽ ഷിഫ്റ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇൻപുട്ട് W3 W2 W1, നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Y3 Y2 Y1 Y0. ഓക്കെ, അങ്ങനെ 4 നമ്മൾക്ക് 4-ബിറ്റ് ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4-ബിറ്റ് ഉള്ള ഔട്ട്പുട്ടിനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇതിന്റെ കണക്ഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഫസ്റ്റത്തെ മക്സിന്റെ 0 ഈസ് കണക്റ്റഡ് ടു സെക്കൻഡ് ഇൻപുട്ട്. ഫസ്റ്റത്തെ W3 എന്ന് പറയുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഈസ് ഫെഡ് ആസ് 0th ഇൻപുട്ട്, അതായത് ഫസ്റ്റ് ഇൻപുട്ട് എന്ന് നമുക്ക് വിളിക്കാം. ഞാനിപ്പോൾ 0 തന്നെ ഉപയോഗിക്കാനുള്ള കൺഫ്യൂഷൻ ആയി പോകും. സോ 0th ഇൻപുട്ട് ഓഫ് മക്സ് നമ്പർ 1 and that is connected to 1 in the denoted, which is actually the second input of mux number 2, which is connected to the third input, which is named as 2 for the mux 3, and fourth input of which is named as 3 for the fourth mux. അങ്ങനെ ഓരോന്നിന്റെ എല്ലാ മക്സുകളുടെയും മിച്ചമുള്ള 3 ഇൻപുട്സും ഒരു സ്പെസിഫിക് രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, such that it is connected to the input. ഓരോ ഇൻപുട്ട് ബിറ്റിലേക്കും ഓരോ ഇൻപുട്ട് ബിറ്റും എല്ലാ മക്സുകളിലേക്കും എത്തുന്ന രീതിയിലാണ് ആക്ച്വലി ഈ കണക്ഷൻ കൊടുത്തേക്കുന്നത്. സോ ഈ ഒരു കണക്ഷൻ ജസ്റ്റ് നിങ്ങൾ വരച്ച് പഠിക്കുക. ഒത്തിരി സിഗ്നിഫിക്കൻസ് ഇല്ല, ബട്ട് സ്റ്റിൽ ഒരു 3 മാർക്ക് ഒക്കെ ആയിട്ട് നമുക്ക് 4-ബിറ്റ് ബാരൽ ഷിഫ്റ്ററുടെ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടി അറിയാനായിട്ടുണ്ട്. സോ എത്ര മക്സുകൾ നമുക്ക് വേണം. ഓക്കെ, സോ നമുക്ക് n നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് വേണ്ടിയത് എങ്കിൽ n log n to the base 2. സോ അത്രയും നമ്പർ ഓഫ് മക്സുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ 8-ബിറ്റ് ബാരൽ ഷിഫ്റ്റർ ആണെന്നുണ്ടെങ്കിൽ n എന്ന് പറയുന്നത് 8 ആയിരിക്കും. 8 log n, log 8 to the base 2, which is equal to 8 into 3. അപ്പോൾ 24 നമ്പർ ഓഫ് മൾട്ടിപ്ലെക്സേഴ്സ് ആയിരിക്കും ഒരു 8-ബിറ്റ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരണമെങ്കിൽ നമുക്ക് വേണ്ടിയ കാര്യങ്ങളിലേക്ക് കടക്കുവാണ്. ഓക്കെ, സോ ഇവിടെ തൊട്ടാണ് നമുക്ക് ആക്ച്വലി പ്രോഗ്രാം പാർട്ടിലേക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. സോ അപ്പോൾ ഇത് ഇവിടെ ഒരു 8-ബിറ്റ് ബാരൽ ഷിഫ്റ്റർ കാണിച്ചിട്ടുണ്ട്. സോ എ എന്ന് പറയുന്നത് A is the input, Y is the output, and amount എന്ന് പറഞ്ഞത് is the number of bits for which I need the shifting. എത്ര ബിറ്റ്സ് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എമൗണ്ട് അല്ലെങ്കിൽ AMT വെച്ചിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇൻപുട്ട് എന്ന് പറയുന്നത് 8-ബിറ്റ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 8-ബിറ്റ്. ഇതിപ്പോൾ സെപ്പറേറ്റ് ലൈൻസ് ആയിട്ട് കാണിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു കട്ടിങ് കാണിച്ചിരിക്കുന്നതിന്റെ അർത്ഥം മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടെന്നുള്ളതാണ്.
സോ എമൗണ്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഷിഫ്റ്റ് എനിക്ക് വേണ്ടി വരുന്നത് എന്ന് പറയുന്നത് 3 ബിറ്റ്. അപ്പം എനിക്ക് പറ്റുന്ന മാക്സിമം 3 ബിറ്റ് വെച്ച് എനിക്ക് മാക്സിമം വരുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് 8 കോമ്പിനേഷൻ വരെ ആക്ച്വലി സ്പീക്കിംഗ് നമുക്ക് പറ്റും. അപ്പം അതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത് നമുക്ക് കാണാം. ഓക്കെ, സോ അപ്പോൾ ഇതിനകത്തൊരു എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് റൊട്ടേറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 8 ബിറ്റ് ബാരൽ ഷിഫ്റ്റർ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. റൊട്ടേറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 8 ബിറ്റ് ബാരൽ ഷിഫ്റ്ററിന്റെ പ്രോഗ്രാം ആണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം കേട്ടോ. ചുമ്മാ റാൻഡം ആയിട്ട് ഒരു 8 ബിറ്റിൽ ഇരിക്കുന്ന ആ ഒരു ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു അണ്ടർസ്കോർ കാണിച്ചിരിക്കുന്നത്. സോ 4+4 8 ബിറ്റുകൾ എ എന്ന് പറയുന്ന ഇൻപുട്ട് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 8 ബിറ്റുകൾ ഇരിക്കുന്നു. ഓക്കെ, സോ അപ്പം നമുക്ക് വന്നിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? MSB. ഓക്കെ, സോ അപ്പം അതിനെ ഞാൻ എയിലിരിക്കുന്ന വാല്യൂവിന് 8 ബിറ്റ് ആണ്. സോ A7 A6 A5 A4 മൊത്തം എഴുതുന്നില്ല, A2 A1 A0 അങ്ങനെ 8 ബിറ്റുകൾ ഇൻപുട്ടിലുണ്ട്. സോ ഇപ്പൊ സപ്പോസ് 1 എന്ന് പറയുന്നതാണ് എമൗണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് റൈറ്റ് ഷിഫ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ റൈറ്റ് ഷിഫ്റ്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ റൊട്ടേറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? റൊട്ടേറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? സോ A7 ഇരിക്കുന്ന വാല്യൂ ഇവിടെ ഇപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ കൂടെ ഞാനൊന്ന് എഴുതുവാണ്. 1 1 ആദ്യത്തെ മാത്രം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 1101 then 00 A4 A3 0 0 1 0 0 0 0 1 0. അതായത് ഈ കിടക്കുന്ന വാല്യൂ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് എടുത്ത് എഴുതിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. സോ റൊട്ടേറ്റ് റൈറ്റ് ഷിഫ്റ്റ് ആണ്. അപ്പോൾ A7 ഇരിക്കുന്ന വാല്യൂ എവിടെ വരും? A6 വരും. ഈ A6 ഇരിക്കുന്ന വാല്യൂ A5 വരും. A5 ഇരിക്കുന്ന വാല്യൂ A4 വരും. A4 ഇരിക്കുന്ന വാല്യൂ A3 വരും. A3 ഇരിക്കുന്ന വാല്യൂ A2 വരും. A2 ഇരിക്കുന്ന വാല്യൂ A1 വരും. A1 ഇരിക്കുന്ന വാല്യൂ A0 വരും. ആൻഡ് ദിസ് എന്ന് പറയുന്ന റൊട്ടേറ്റ് റൈറ്റ് ഷിഫ്റ്റ് ആണ് അല്ലെ. അത് റൊട്ടേറ്റ് ചെയ്ത് LSB എന്ന് പറയുന്ന MSB ആയിട്ട് മാറും. സോ LSB ഇരിക്കുന്ന 0 ആയതുകൊണ്ട് തന്നെ അത് MSB വരുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? 0. സോ അപ്പൊ എന്റെ ഫൈനൽ ഔട്ട് ഇപ്പൊ എന്താണ്? 0 1 1 0 1 0 0 1. അതാണ് ഇത് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ബിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനിയിപ്പം ഈ സെയിം സാധനം തന്നെ 2 ആണ് നമ്മുടെ എമൗണ്ട് വരുന്നെങ്കിൽ ഒരു റൈറ്റ് ഷിഫ്റ്റ് കൂടെ നടക്കും. അപ്പൊ എന്തായിരിക്കും വരിക? 0 1 1 0 1 0 1 1 0 then this 1 1 0 0 this 1 എന്ന് പറയുന്ന റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് MSB ആയിട്ട് മാറും. സോ 1 0 1 1 0 1 1 0 ഇതേ കിടക്കുന്നത്. ഇപ്പൊ 2 ബിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഇനി ഒരു റൈറ്റ് ഷിഫ്റ്റോടെ ചെയ്ത് കഴിഞ്ഞാൽ 3 ബിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ന് പറയും. സോ അതേപോലെ 4 ബിറ്റ് 5 ബിറ്റ് 6 ബിറ്റ് 7 ബിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു 7 ടൈംസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണോ അതാണ് ഇതിന്റെ ഓരോന്നിന്റെയും അർത്ഥം. ആക്ച്വലി നമ്മളിത് നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ ഇത് ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. 2 ടൈംസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ദിസ് വാല്യൂ കിട്ടും. ഈ ഒരു ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നിലവിൽ കോൺസ്റ്റന്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ഔട്ട്പുട്ട് കോളത്തിന്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒത്തിരി സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല. ജസ്റ്റ് പ്രോഗ്രാം എഴുതാൻ ഇതിന്റെ ഒന്നും ആവശ്യം ആക്ച്വലി അധികം വരുന്നില്ല. ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോ ജസ്റ്റ് ഒരു റാൻഡം ഇൻപുട്ട് ആണ്. ഇത് തന്നെ എഴുതണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ എഴുതാം. എല്ലാം 0സും 1ഉം ഇടരുത് എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ എന്ത് വാല്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് ഷിഫ്റ്റിങ് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത് ജസ്റ്റ് അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. നേരെ പ്രോഗ്രാമിലേക്ക് പോവാണ്. ഓക്കെ, സോ പ്രോഗ്രാം നോക്കുക. സോ സെയിം സംഭവങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. A എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. എമൗണ്ട് എന്ന് പറയുന്നത് 3 ബിറ്റ്. അതായത് എത്ര ബിറ്റുകൾ ഷിഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എത്ര ടൈംസ് ഷിഫ്റ്റ് ചെയ്യണം, വാട്ട് എവർ ഇസ് ദാറ്റ് ഇൻപുട്ട്, അതിനെ 7 ടൈംസ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7 ബിറ്റുകൾ ഷിഫ്റ്റ് ആയെന്നാണ് അതിന്റെ അർത്ഥം ആക്ച്വലി. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Y which is again an 8 bit. ഓക്കെ, സോ മൊഡ്യൂൾ നെയിം കൊടുത്തിട്ടുണ്ട്. സോ ഇൻപുട്ട് then 7:0 A
ഓക്കെ. സോ ഇൻപുട്ട് ഇപ്പൊ ഇവിടെ ലോജിക് എന്ന് എഴുതുന്ന നിർബന്ധമൊന്നുമില്ല. ഇൻപുട്ട് 7:0 എന്ന് എഴുതിയാലും മതി കേട്ടോ. ലോജിക് എന്ന് എഴുതുന്ന നിർബന്ധമൊന്നുമില്ല. സോ എന്ന് പറഞ്ഞാൽ എന്താണ്, എ എന്ന് പറയുന്ന വേരിയബിൾ ഇസ് ഡിക്ലെയർഡ് ആസ് ആൻ ഇൻപുട്ട്. ഇതിപ്പോ നിങ്ങൾ ഇതിപ്പോ ആക്ച്വലി നമ്മുടെ മൊഡ്യൂളിനെയും ബ്രാക്കറ്റിൽ പോർട്ട് ലിസ്റ്റ് മാത്രം കൊടുത്താലും കുഴപ്പമില്ല. അവിടെ തന്നെ നമുക്ക് സെപ്പറേറ്റ് അതിനുശേഷമാണ് നമ്മൾ സാധാരണഗതിയിൽ ഡിക്ലറേഷൻ ഇതുവരെ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഇവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ കോമ എമൗണ്ട് കോമ വൈ എന്ന് വന്നേനെ. അങ്ങനെ നിങ്ങൾ പഠിച്ച പോലെ എഴുതണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരും. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. നമ്മൾ പഠിച്ച പോലെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അങ്ങ് എഴുതി വിടാം പോർട്ട് ലിസ്റ്റ് ഓഫ് പോർട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത്. അതിനുശേഷം ഓരോ പോർട്ടും ഡിക്ലെയർ ചെയ്യാം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒറ്റ ബ്രാക്കറ്റിൽ എഴുതുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മൾ വളരെ ബേസിക് ലെവലിൽ ക്ലാസ്സിൽ പഠിച്ച സ്ഥിതിക്കാണ് നമ്മൾ വളരെ ബേസിക് കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയത്. ഇങ്ങനെ വേണമെങ്കിൽ റീറൈറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ക്ലാസ്സിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് തെറ്റില്ല. ഓക്കെ. സോ അപ്പൊ ഇൻപുട്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന എ വിച്ച് ഇസ് 8 ബിറ്റ്. ദെൻ ഇൻപുട്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നതിനെ നമുക്ക് ഇൻപുട്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. സോ ദാറ്റ് ഈസ് അഗെയിൻ 3 ബിറ്റ് അല്ലെ. ഇവിടെ നമ്മൾ 3 ബിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y വിച്ച് ഇസ് അഗെയിൻ 8 ബിറ്റ്. സോ അത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുത്തു. സോ പോർട്ട് ഡിക്ലറേഷൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ ഓൾവേസ് ബ്ലോക്ക് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമ്മൾ ഇൻപുട്ട് ആയിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഓൾവേസ് ബ്ലോക്ക്, ഓൾവേസ് അറ്റ് whatever is that input. അപ്പൊ ഇൻപുട്ട് ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ ഇവിടെ എയും എമൗണ്ടും ആണ് അല്ലെ. സോ നമ്മളുടെ സെൻസിറ്റിവിറ്റി ലിസ്റ്റിന്റെ അകത്ത് എ ഓർ എമൗണ്ട് നമ്മൾ എഴുതുന്നു. ദെൻ കേസ് സ്റ്റേറ്റ്മെന്റ് ആണ് പിന്നെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. സോ കേസ് എമൗണ്ട്. സോ എമൗണ്ടിൽ എന്ത് വാല്യൂ വരും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഔട്ട്പുട്ടിൽ എന്ത് വാല്യൂ, എയിലിരിക്കുന്ന ഏതൊക്കെ ബിറ്റുകൾ ഏതൊക്കെ ഓർഡറിലാണ് വൈയിലേക്ക് വരിക എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത്. സോ ഫസ്റ്റത്തെ കേസിൽ 3 ബിറ്റ് ബൈനറി 000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നോ ഷിഫ്റ്റ് അല്ലെ. എത്ര പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എമൗണ്ട്. ഇപ്പൊ ഞാനിവിടെ എ അല്ല കേട്ടോ, എമൗണ്ട് എന്ന് പറയുന്നത് 0. സോ എത്ര പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ എമൗണ്ട് 0 ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഷിഫ്റ്റും നടക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. സോ അതുകൊണ്ടാണ് ഇവിടെ y is equal to a എന്ന് എഴുതിയിരിക്കുന്നത്. whatever is the value in the input a, അത് അങ്ങനെ തന്നെ വൈയിലേക്ക് പാസ് ചെയ്യുന്നു, ഒരു ഷിഫ്റ്റിംഗ് നടക്കുന്നില്ല. ഇനിയിപ്പം നോക്കിയേ, എമൗണ്ട് ഈസ് ഈക്വൽ ടു 001. ഓക്കെ. നമ്മളുടെ ഒറിജിനലി നമ്മളുടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് A7, A6, A5, A4, A3, A2, A1, A0 ആയിരുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ റൊട്ടേറ്റ് റൈറ്റ് ഷിഫ്റ്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിന് ഒറ്റ പ്രാവശ്യം വൺ ടൈം എമൗണ്ട് എന്ന് പറയുന്നത് വൺ ടൈം ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ A7 എന്ന് പറയുന്നത് A6ന്റെ സ്ഥാനത്തേക്ക് വരും. A6 എന്ന് പറയുന്നത് A5ന്റെ സ്ഥാനത്ത് വരും. A5 എന്ന് പറയുന്നത് A4ന്റെ സ്ഥാനത്ത് A5 വരും. അങ്ങനെ പോകും. ലാസ്റ്റ് A0യുടെ സ്ഥാനത്ത് A1 വരും. ദെൻ ദിസ് A0 എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്ത് പറഞ്ഞോ. ഒറ്റ സെക്കൻഡ്. ദെൻ LSB ആയിരുന്നു MSB ആയിട്ട് മാറും. അതായത് A7ന്റെ സ്ഥാനത്തേക്ക് A0 വരും. ഓക്കെ. ഇനി ഒന്ന് നോക്കിക്കേ, അതായത് എമൗണ്ടിന്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ വിച്ച് മീൻസ് ഒരു പ്രാവശ്യം റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ നോക്കിക്കേ ഇപ്പോഴത്തെ MSB എന്ന് പറയുന്നത് എന്താണ്, A0 അല്ലെ. അതിനുശേഷം A7 to A1 വരെ പോകുന്നു ഒരു റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതേ സംഭവമാണ് ദേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എമൗണ്ട് എന്ന് പറയുന്നത് 1 ആയി കഴിഞ്ഞാൽ വിച്ച് ഈസ് ബൈനറി 0. ഇത് കൺകാറ്റിനേഷൻ ആണ്. കൺകാറ്റിനേഷൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പൈൻ ചെയ്യാനായിട്ടാണ്, നമുക്ക് ഓൾറെഡി അറിയാം. സോ ഫസ്റ്റ് കിടക്കുന്ന എന്താണ്, A0. അത് തന്നെയല്ലേ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദെൻ പിന്നെ കിടക്കുന്ന A7 മുതൽ A1 വരെ. സോ A7 7:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A7 മുതൽ A6, A5, A4, A3, A2, A1 വരെ ഒരുമിച്ചായിരിക്കും വരിക. അതായത് ഒരു റൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞാൽ. ഇനി ഒരെണ്ണം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ വരിക, വ്യത്യാസമൊന്നും ഇല്ല. ഇനി എമൗണ്ടിന്റെ വാല്യൂ 2 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൊണ്ട് റൈറ്റ് ഷിഫ്റ്റ് എന്നല്ല അർത്ഥം. അതായത് ഇതെന്ന് പറയുന്നത് 0 ടൈംസ് അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് ഇല്ലാഞ്ഞ സമയത്ത് ഇത് 1 ടൈം ഷിഫ്റ്റ്, ഇത് 2 ടൈംസ് അല്ലെങ്കിൽ 2 ബിറ്റ്സ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. സോ അപ്പൊ എന്തായിരിക്കും വരിക, A0 എന്ന് പറയുന്നത് ഇവിടെ വരും. ദെൻ A7 എന്ന് പറയുന്നത് ഇവിടെ വരും. ദെൻ A6, A5 ബാക്കി ഞാൻ എഴുതുന്നില്ല. A1 ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. A1 ഇപ്പൊ ഷിഫ്റ്റ് അടിച്ച് ഫ്രണ്ടിലോട്ട് വരും, MSB ആയിട്ട് മാറും.
LSB എന്ന് പറയുന്നത് MSB ആയിട്ട് വരും. അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന A0 എന്ന് പറയുന്നത് ഇവിടെ വന്ന് A1 ഇത് A2 എന്ന് പറയുന്നത് ഇവിടെ വന്ന് നിൽക്കും. അപ്പൊ ഇനി നോക്കിയേ A1 A0 രണ്ട് പ്രാവശ്യമായിട്ട് ആദ്യത്തെ ഷിഫ്റ്റിൽ A0 വന്നു, രണ്ടാമത്തെ ഷിഫ്റ്റിൽ A1 ഇവിടെ വന്നു. മിച്ചം കിടക്കുന്നത് A7 മുതൽ A2 വരെയുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾസ് ആണ്. അതാണ് ദേ ഇവിടെ കിടക്കുന്നത്. നോക്കിയേ ഒരു പ്രാവശ്യം ഒരു നെക്സ്റ്റ് ഷിഫ്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും A1 മുതൽ A0 വരെ A1 മുതൽ A0 വരെ ഉള്ളത് A1 എന്ന് പറയുന്നത് MSB, അത് കഴിഞ്ഞ് A0, പിന്നെ A7 മുതൽ ഫൈനൽ LSB എന്ന് പറയുന്നത് A2, അതാണ് A7 മുതൽ A2. ഇങ്ങനെ ബാക്കി നമുക്ക് എത്ര പ്രാവശ്യം ഉണ്ടോ ടോട്ടൽ നമുക്കിപ്പം 3 ബിറ്റ്സ് ആണ് നമ്മൾ എമൗണ്ട് എടുത്തു വെച്ചിരിക്കുന്നത്. സോ നമുക്ക് 110 വരെയുള്ള കോമ്പിനേഷൻ ആണ് ആക്ച്വലി വരിക. ഫൈനൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ 8th കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ നമ്മളുടെ 8th കോമ്പിനേഷൻ എന്ന് പറയുന്നത് A6:0 അല്ലെങ്കിൽ A7 എന്ന് പറയുന്നത് മാത്രം നമ്മളുടെ LSB ആയിട്ട് വരുന്ന രീതിയിൽ ഓരോ പ്രാവശ്യം ഷിഫ്റ്റ്. ജസ്റ്റ് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പേപ്പറിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മതി. അപ്പോൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ഇനി ഒരു കാര്യം കൂടെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഡിഫോൾട്ട് വാല്യൂ. സോ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡിഫോൾട്ട് ആയിട്ട് ഷിഫ്റ്റ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ വാട്ട് എവർ ഇസ് ദ വാല്യൂ ഇൻ A അതങ്ങനെ തന്നെ വൈയിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഫൈനൽ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റിനകത്ത് എഴുതിയിരിക്കുന്നത്. ദെൻ കേസ് ബിഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് കേസ് ഉണ്ട്, അതേപോലെ തന്നെ ഫൈനലി എൻഡ് മൊഡ്യൂൾ. സോ ഇതൊന്ന് ക്ലിയർ ആയോ എന്ന് പറയാമോ? പെട്ടെന്ന് തന്നെ അടുത്ത ഫൈനൽ നമ്മുടെ ടോപ്പിക്കിലേക്ക് കയറുവാണ്, വിച്ച് ഈസ് ദ FSM. ഓക്കെ, FSMന്റെ പ്രോഗ്രാമാണ് ഇനി നമുക്ക് എഴുതാനായിട്ടുള്ളത്. സോ FSMന്റെ പ്രോഗ്രാമിലേക്ക് കടക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയതായിട്ടുണ്ട്. സോ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഈസ് ദ പോർട്ട് ഡിക്ലറേഷൻസ്. പോർട്ട് നമുക്ക് എന്താണ് ഡിക്ലറേഷൻ വേണമെന്നറിയാം. നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ് വേരിയബിൾസ് ആണ് പിന്നെ നമുക്ക് വേണ്ടിയത്. എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്, ഏതൊക്കെയാണ് പ്രസന്റ് സ്റ്റേറ്റ്, ഏതൊക്കെയാണ് നെക്സ്റ്റ് സ്റ്റേറ്റിന്റെ വേരിയബിൾസ് കൊടുക്കണം. അതേപോലെ തന്നെ ബൈനറി എൻകോഡിംഗ് ഓഫ് ഈച്ച് സ്റ്റേറ്റ്. ഇവിടെ ഇപ്പൊ ആക്ച്വലി ഹോട്ട് എൻകോഡിംഗ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ആക്ച്വലി ഹോട്ട് എൻകോഡിംഗ് യൂസ് ചെയ്യുന്നില്ല, സോ അത് എഴുതണമെന്ന് നിർബന്ധമില്ല. ഹോട്ട് എൻകോഡിംഗ് ഇല്ല. സ്റ്റേറ്റ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്റ്റേറ്റുകളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ ബിറ്റ് വെച്ചിട്ട് ഒരു സ്റ്റേറ്റിനെ S0 S1 ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റിനെ 0 എന്നും ഒരു സ്റ്റേറ്റിനെ 1 എന്ന് വിളിക്കാം. ഇനിയിപ്പോൾ 4 സ്റ്റേറ്റ്സ് S0 S1 S2 S3 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ബിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് 00 01 10 11 കൊടുക്കാൻ നമുക്കറിയാം. അതാണ് ബേസിക്കലി ബൈനറി എൻകോഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹോട്ട് എൻകോഡിംഗ് എന്ന് പറയുമ്പോൾ അറ്റ് എ ഗിവൺ ടൈം ഒരു സിംഗിൾ ബിറ്റ് മാത്രമേ 1 ആകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതൊന്നും ഇപ്പൊ നമുക്ക് ആക്ച്വലി ഉപയോഗിക്കേണ്ട ആവശ്യം, നമുക്ക് ഡയറക്റ്റ് ബൈനറി തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഉള്ളത് നെക്സ്റ്റ് സ്റ്റേറ്റ്. ഒരു പ്രസന്റ് സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണെന്നുള്ളതും, അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഓരോ ഇൻപുട്ടിന് കറസ്പോണ്ടിംഗ്ലി നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണെന്നുള്ളത്, വിച്ച് മീൻസ് x=0 വന്നാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്, x=1 വന്നാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്, ദെൻ x=0 വന്നാൽ ഔട്ട്പുട്ട് എന്താണ്, x=1 വന്നാൽ ഔട്ട്പുട്ട് എന്താണ്. ദെൻ അതേപോലെ തന്നെ പ്രസന്റ് സ്റ്റേറ്റ് ടു നെക്സ്റ്റ് സ്റ്റേറ്റ് 0 വരുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഫോർ ഈച്ച് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് എന്നാന്നുള്ളത് നമ്മൾ എഴുതുക. ജസ്റ്റ് ഒരു തിയറി ആയിട്ട് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ വി ആർ ഡയറക്ട്ലി മൂവിങ് ഓൺ ടു ദ പ്രോഗ്രാം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു മീലി FSM ആണ് നമ്മൾ ആദ്യം കാണുന്നത്. സോ മീലി FSMത്തിന്റെ ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഡയഗ്രാം ആണ് ഇപ്പോൾ ഇത് വരച്ചിരിക്കുന്നത്. സോ ഇതുപോലെ നമുക്ക് ആക്ച്വലി എക്സാമിന് ഏത് സ്റ്റേറ്റ് ഡയഗ്രാം വേണമെന്നുണ്ടെങ്കിലും കാണിക്കാം. മീലി ആണെന്നുണ്ടെങ്കിലും ശരി, മൂർ ആണെന്നുണ്ടെങ്കിലും ശരി. അപ്പോൾ എല്ലാം ജസ്റ്റ് അതിൻ്റെ ആ സ്ട്രക്ചർ മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും, ഒരുപാടൊന്നല്ല, ഒട്ടും തന്നെ കോംപ്ലിക്കേഷൻസ് ഇല്ല ആക്ച്വലി. ഓക്കെ, സോ അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഞാൻ പ്രോഗ്രാമിലേക്ക് കടക്കുവാണ്. സോ അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രാം ഒന്ന് നോക്കാം. നമുക്ക് 2 സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്, S0 ആൻഡ് S1 അല്ല. ഇപ്പൊ 2 സ്റ്റേറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബൈനറി വാല്യൂ നമ്മൾ ഇതിന് അസൈൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ ബിറ്റ് ബൈനറി മാത്രം മതി. കാരണം 2 സ്റ്റേറ്റ്സേ ഉള്ളൂ അല്ലേ. അപ്പൊ സോ ഞാനിപ്പോൾ S0ക്ക് 0യും എന്ന് പറയുന്ന ബൈനറി വാല്യൂ, S1ന് 1 എന്ന് പറഞ്ഞ ബൈനറി വാല്യൂ ആണ് അസൈൻ ചെയ്ത് കൊടുക്കുക. സോ ഇത് നിങ്ങൾക്ക് അറിയാം, ഇൻപുട്ട് ബാർ ഔട്ട്പുട്ട് ആണ്. ആദ്യം കിടക്കുന്നത് ഇൻപുട്ടും രണ്ടാമത് കിടക്കുന്നത് എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണെന്ന് നമുക്കറിയാം അല്ലേ. സോ S0ലിരിക്കുന്ന സമയത്ത് 0 വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്. S1ലിരിക്കും അതേപോലെ തന്നെ S0ലിരിക്കുന്ന സമയത്ത് 1 വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്. സിമിലർലി S1ലിരിക്കുമ്പോൾ സെയിം സംഭവങ്ങൾ. ഇതാണ് നമ്മളെ ഡയഗ്രാം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡയഗ്രാം. നമുക്ക് ഓൾറെഡി നമ്മൾ ഫെമിലിയർ ആണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ
പെട്ടെന്ന് തന്നെ നമ്മൾ പ്രോഗ്രാമിലേക്ക് പോവാണ്. സോ മൊഡ്യൂൾ നെയിം. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഇതിവിടെയും ഡയറക്റ്റ് ആയിട്ട് ലിസ്റ്റ് ഓഫ് പോർട്സിന്റെ അകത്ത് തന്നെ പോർട്ട് ഡിക്ലറേഷൻ ചെയ്തേക്കുവാണ്. നിങ്ങൾക്ക് ഇത് എഴുതണ്ട എങ്കിൽ നിങ്ങൾ ആദ്യം പോർട്ടിന്റെ ലിസ്റ്റുകൾ ക്ലോക്ക്, റീസെറ്റ്, ഇൻ, ഔട്ട് എഴുതി കഴിഞ്ഞിട്ട് തൊട്ട് താഴോട്ട് ഇൻപുട്ട് ക്ലോക്ക്, ഇൻപുട്ട് ക്ലോക്ക് കോമ റീസെറ്റ് കോമ ഇൻ, ഔട്ട്പുട്ട് ഔട്ട്, ദെൻ റെജ് ഔട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെജ് ഔട്ട് താഴോട്ട് എഴുതിയാലും മതി. ഇതിപ്പോൾ നമുക്ക് ആക്ച്വലി ഇച്ചിരി കൂടെ ലാർജർ പ്രോഗ്രാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ നമ്മളിതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് പോർട്ട് ലിസ്റ്റ് എഴുതുന്ന സ്ഥലത്ത് തന്നെ ഡിക്ലറേഷൻ ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല കേട്ടോ. വേണ്ടെങ്കിൽ താഴോട്ട് എഴുതുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഞാനിപ്പോൾ തൽക്കാലം ഇത് ഒരുമിച്ച് എഴുതിയിരിക്കുന്ന പ്രോഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നോക്കിയാൽ ഇവിടെ നമുക്ക് ക്ലോക്ക് പൾസ് വേണം, ദെൻ റീസെറ്റ് വേണം, വിച്ച് ആർ ദ ഇൻപുട്സ് അലോങ് വിത്ത് ഇൻപുട്ട്, അതായത് 0 ഈ ഒരു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് നമ്മളെ എക്സിനെ നമ്മൾ വിളിക്കുന്നതിന് പകരം ഇവിടെ ഇപ്പം ഇൻ എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സ് കൊടുക്കണമെങ്കിൽ എക്സ് കൊടുക്കുക, ഒരു കുഴപ്പമില്ല. ദെൻ ഔട്ട്പുട്ടിനെ ഔട്ട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ആസ് എ രജിസ്റ്റർ യൂസിങ് റെച്ച്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേറ്റ്, പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റിന് വേണ്ടിയിട്ടും 2 വേരിയബിൾസ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് സ്റ്റേറ്റ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് ആക്ച്വലി പ്രസന്റ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, സോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസന്റ് സ്റ്റേറ്റും തന്നെ എഴുതാം, ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്നാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ബോത്ത് ദീസ് വേരിയബിൾസ് ഹാവ് ബീൻ ഡിക്ലെയർഡ് ആസ് രജിസ്റ്റേഴ്സ്. ഇനി നമുക്ക് പാരാമീറ്റർ എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി വാല്യൂ അസൈൻമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബൈനറി അസൈൻമെന്റ് ഫോർ ഈച്ച് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പാരാമീറ്റർ എന്ന് പറഞ്ഞ കീവേഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു 2 സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. S0ക്ക് ഞാൻ 0യും S1ന് ഞാൻ 1 എന്ന് പറഞ്ഞ ബൈനറി വാല്യൂ ആണ് അസൈൻ ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, സ്റ്റേറ്റ് എൻകോഡിംഗ്. S0ക്ക് 0യും S1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിന് 1 എന്ന് പറഞ്ഞ ബൈനറി വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലർ ആണ് നമ്മുടെ ഓൾവേസ് ബ്ലോക്ക്, ഓൾവേസ് സെറ്റ്, പോസെഡ്ജ് ഓഫ് ക്ലോക്ക് അല്ലെങ്കിൽ പോസെഡ്ജ് ഓഫ് റീസെറ്റ്. ഏതർ റീസെറ്റ് നടക്കുകയോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലോക്ക് പൾസ്, സം ചേഞ്ച് ഇൻ ദ ക്ലോക്ക് പൾസ് നടക്കുമ്പോഴാണ് ആക്ച്വലി നമ്മളുടെ ട്രാൻസിഷൻസ് നടക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ക്യാൻ ബി either പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഓർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ലെവൽ ട്രിഗേർഡ്. ഇതിപ്പോൾ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ഉള്ള ക്ലോക്ക് പൾസ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. സോ അതുകൊണ്ടാണ് പോസ് എഡ്ജ് ക്ലോക്ക് എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഈഫ് റീസെറ്റ്, അതായത് റീസെറ്റിന്റെ വാല്യൂ, ഈഫ് റീസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെറ്റിന്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ, which means this means that if reset is equal to 1 എന്നാ കേട്ടോ ഇതിന്റെ അർത്ഥമേ. ഇതിന്റെ അർത്ഥം if reset is equal to 1 അല്ലെങ്കിൽ റീസെറ്റ് ട്രൂ ആണെങ്കിൽ 1 എന്ന് പറഞ്ഞ ബൈനറി വാല്യൂ ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ if റീസെറ്റ് നമ്മൾ തുടങ്ങുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് S0 വെച്ചിട്ടാണ്. ഓക്കെ, സോ S0 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും സ്റ്റേറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ, അതായത് പ്രസന്റ് സ്റ്റേറ്റിലേക്ക് പോകേണ്ടത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു പ്രസന്റ് സ്റ്റേറ്റിനാണ് ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പേര് ഉപയോഗിച്ചേക്കുന്നത്. സോ ബിഗിൻ ചെയ്യുന്ന സമയത്ത് S0 എന്ന് തുടങ്ങുക എന്നുള്ളതാണ് എഴുതി വെച്ചിരിക്കുന്നതിന്റെ അർത്ഥം. S0 എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് കൊടുക്കേണ്ടത്. ബ്ലോക്കിംഗ് ആൻഡ് നോൺ ബ്ലോക്കിംഗ് അസൈൻമെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നതാണ്. സോ അതാണ് ഈ കൊടുത്തേക്കുന്നത്. ദെൻ ഈഫ് റീസെറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ എൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈഫ് റീസെറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 1, വിച്ച് മീൻസ് ഈഫ് റീസെറ്റ് ഈസ് ഈക്വൽ ടു 0. എന്ത് ചെയ്യാനായിട്ടാണ് പറയുന്നത്? നെക്സ്റ്റ് സ്റ്റേജിൽ ഇരിക്കുന്ന വാല്യൂ എന്താണോ അതാണ് സ്റ്റേറ്റ് വേരിയബിൾ, അതായത് പ്രസന്റ് സ്റ്റേറ്റിലേക്ക് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന വാല്യൂ എന്താണോ അതാണ് പ്രസന്റ് സ്റ്റേറ്റിലേക്ക് കൊടുക്കുക. അതായത് റീസെറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുക, അതായത് S0യിൽ തന്നെ വരിക. സ്റ്റാർട്ട് ചെയ്യുന്നത് S0യിലാണ്. ഇനിയിപ്പോൾ റീസെറ്റ് 0 അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രസന്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റും വെച്ചിട്ടുള്ള നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് കോമ്പിനേഷൻസ് നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന വാല്യൂനെ നമുക്ക് സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രസന്റ് സ്റ്റേറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നോക്കുക, അടുത്തൊരു ഓൾവേസ് ബ്ലോക്കും കൂടി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓൾവേസ് ബ്ലോക്ക് ആണ്. ഓൾവേസ് ബ്ലോക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നതാണ്. മൾട്ടിപ്പിൾ ഓൾവേസ് ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൺകറന്റ് ആയിട്ടാണ് ആ 2 ഓൾവേസ് ബ്ലോക്കുകൾ എക്സിക്യൂട്ട് ആവുക. ആൻഡ് ഇൻസൈഡ് ഈച്ച് ഓൾവേസ് ബ്ലോക്ക് ദ എക്സിക്യൂഷൻ ഈസ് ഡൺ ഇൻ എ സീക്വൻഷ്യൽ മാനർ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ഓൾവേസ് ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം ഒരേ സമയത്ത് ടൈം t=5 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ഓൾവേസ് ബ്ലോക്കും ടൈം t=5 സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സുകൾ എന്ന് പറയുന്നത് സീക്വൻഷ്യലാണ്. T5 T6 T7 വെച്ചിട്ടായിരിക്കും, അങ്ങനെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഓൾവേസ് ബ്ലോക്കിലേക്ക് വരുവാണ്. ഓൾവേസ് സെറ്റ് സ്റ്റേറ്റ് ഓർ ഇൻ. സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റേറ്റ് ആണ്.
ദെൻ ഇൻപുട്ട്. ഓക്കെ, സോ ഇൻപുട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ പ്രസന്റ് സ്റ്റേറ്റിലോ സം വാല്യൂ വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ വിൽ ഓൾവേസ് യൂസ് എ ബിഗിൻ എൻഡ്. ഓക്കെ, സോ ബിഗിൻ എൻഡ്. സോ ബിഗിൻ നമ്മളിവിടെ കേസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കേസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നേരത്തെ വെരിലോഗിൽ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. സോ കേസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റേറ്റ്. ഓക്കെ, സോ പ്രസന്റ് സ്റ്റേറ്റ് S0 ആണെന്നുണ്ടെങ്കിൽ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് S0 ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ S1 ആണെങ്കിൽ, അങ്ങനെ രണ്ട് കേസ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യത്തെ കേസിൽ S0 ആയിരിക്കുന്ന കേസ് ഈഫ് സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു S0 എന്ന് പറഞ്ഞാൽ, ഈഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് സ്റ്റേറ്റ് അല്ലേ. സോ ഇത് പ്രസന്റ് സ്റ്റേറ്റിനാണ് ഇവിടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈഫ് പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് S0 ആണെങ്കിൽ, അതായത് ഇപ്പൊ ആദ്യം ഞാൻ S0യിലാണ് നിൽക്കുന്നത്. ഇനി ഈഫ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഫ് ഇൻ ഈസ് ഈക്വൽ ടു 1 എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, സോ ഈഫ് ഇൻ ഈസ് ഈക്വൽ ടു 1, S0യിൽ ഇരിക്കുന്ന സമയത്ത് 1 ആണ് എന്റെ ഇൻപുട്ട് വരുന്നതെങ്കിൽ, 1 ഇൻപുട്ട് വരുന്ന കേസ് ഏതാണ്? ഇത് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? 1 ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്? S1 അല്ലെ. അതാണ് ദേ ഇവിടെ എഴുതുന്നത്. ബിഗിൻ ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? ദേ ഇവിടെ എനിക്ക് ഡയഗ്രം നോക്കി എഴുതുക കേട്ടോ. ഡയഗ്രം നോക്കിയാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. സോ ഔട്ട് എന്ന് പറയുന്നത് 1, ആ ഔട്ട് ഈസ് ഈക്വൽ ടു 1 ആണ് ദേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? S0യിൽ ഇരിക്കുന്ന സമയത്ത് 1 എന്ന് പറഞ്ഞ ഇൻപുട്ട് ആണ് വരുന്നതെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് S1. സോ ആ S1 ആണ് ദേ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ബിഗിൻ എൻഡ് ഇവിടുത്തെ S0 വന്നു കഴിഞ്ഞാൽ N1 എന്നല്ല, ഇൻ എന്ന് പറയുന്നത് 1 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം കൂടെ നോക്കാനുണ്ട്. S0യിൽ ഇരിക്കുന്ന സമയത്ത് ഇൻ എന്ന് പറയുന്നത് 1 മാത്രമല്ല ആവാൻ ഒരു ചാൻസും കൂടെ ഉണ്ട്. ഇൻ എന്ന് പറയുന്നത് 0 ആവുന്ന കേസ് അല്ലേ. സോ അതും കൂടെ നമുക്ക് നോക്കാം. ദേ S0യിൽ ഇരിക്കുന്ന സമയത്ത് ഇൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ x is equal to 0, ഇവിടെ നമ്മൾ ഇൻ എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ എന്ന് പറഞ്ഞ 0 വന്നു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ് ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് S0 ആണ്. സോ അതാണ് ഇത് ഇവിടെ പ്രോഗ്രാമിലേക്ക് എഴുതിയിരിക്കുന്നത്. എൽസ് എന്ന് പറഞ്ഞാൽ ഇന്ന് 1 അല്ലെങ്കിൽ, ഇതിന്റെ അർത്ഥം if in is not equal to 1, അതായത് in is equal to 0. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഡയഗ്രം നോക്കിയാൽ നമുക്കറിയാം. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0യും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. സോ S0യിൽ ഇരിക്കുന്ന സമയത്ത് 0 വന്നാൽ ഔട്ട്പുട്ട് എന്താണ്, 1 വന്നാൽ ഔട്ട്പുട്ട് എന്താണ്, 0 വന്നാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്, 1 വന്നാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മളിപ്പം പ്രോഗ്രാമിന്റെ ഇത്രയും ഭാഗം കൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് കേസ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം, അതായത് S1. ഓക്കെ, സോ S1 എന്ന് പറയുന്നതാണ് പ്രസന്റ് സ്റ്റേറ്റ് വരുന്നതെങ്കിൽ ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, സോ S1 if in, S1ൽ ഇരിക്കുന്ന സമയത്ത് if in എന്ന് പറഞ്ഞാൽ in is equal to 1 ആണെന്നുണ്ടെങ്കിൽ, S1ൽ ഇരിക്കുന്ന സമയത്ത് നോക്കിയേ in എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0യും നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0യും ആണ്, S0യും ആണ്. സോ നെക്സ്റ്റ് സ്റ്റേറ്റ് S0 ആൻഡ് ഔട്ട് ഈസ് ഈക്വൽ ടു 0. ഇനി സിമിലർലി S1ൽ ഇരിക്കുന്ന സമയത്ത് 0 എന്ന് പറയുന്ന ഇൻപുട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് S1 തന്നെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഔട്ട് ഈസ് ഈക്വൽ ടു 1 ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് S1 തന്നെ ആണ്. സോ ബിഗിൻ എൻഡ് കഴിഞ്ഞു. ഇനി ഡിഫോൾട്ട് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ എഴുതിയിട്ടുണ്ട്. ഡിഫോൾട്ട് ആയിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് S0 ആയിട്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ദെൻ കേസ് ബിഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ കേസ് വേണം. ഈ ബിഗിന്റെ കറസ്പോണ്ടിങ് എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഫൈനലി ദ എൻഡ് മൊഡ്യൂൾ. ഇതൊന്ന് ക്ലിയർ ആയോ എന്ന് പറയാവോ? സോ മീലിയുടെ ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ ഞാൻ മീലിയുടെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പം നമ്മൾ നേരത്തെ ഇപ്പൊ തൊട്ടുമുമ്പേ കണ്ടതിനകത്ത് ഇഫ് എൽസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം കുറച്ചും കൂടെ ഒരു വലിയ സ്റ്റേറ്റ് ഡയഗ്രം ആയതുകൊണ്ട് തന്നെ 4 സ്റ്റേറ്റ്സ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇഫ് എൽസ് എഴുതി വെച്ച് ഉപയോഗിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തന്നെ വെച്ച് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുന്നത് മോളിൽ ഞാൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയിരിക്കുന്നതാണ് നമ്മുടെ വെരിലോഗിന്റെ അകത്ത്. സോ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഇഫ് വെച്ച് നമ്മൾ എഴുതുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ സം വേരിയബിൾ ഈസ് ഈക്വൽ ടു എന്താണോ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത്, ദെൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്താണോ കോളൻ, ദെൻ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്താണോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ, ഇതൊരു സിൻടാക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. നമ്മളുടെ ഇഫ് വെച്ച് നമ്മൾ ചെയ്യുന്നതിന് പകരം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കുറച്ചും കൂടെ സിമ്പിളർ ആയിട്ട് ഒരു സിംഗിൾ ലൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു
നമ്മളുടെ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന്റെ തന്നെ വേറൊരു സിൻടാക്സ് ആണ് ആക്ച്വലി. ഒരു കൈൻഡ് ഓഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണിത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ വെരിലോഗ് പഠിച്ച സമയത്ത്. ഓക്കെ, നമ്മളങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, കാരണം കുറച്ചുകൂടെ നമ്മൾ സിംപ്ലർ പ്രോഗ്രാംസ് ആയിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളധികം ഇത് യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ അപ്പം നേരെ തന്നെ ഞാൻ പ്രോഗ്രാമിലേക്ക് വരുവാണ്. അതിന് തൊട്ട് പിന്നെ നമുക്ക് വേണ്ടിയ സാധനം ഈസ് അവർ സ്റ്റേറ്റ് ഡയഗ്രാം. സോ നമുക്കിപ്പോൾ 4 സ്റ്റേറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഡയഗ്രാം നോക്കിയാൽ അറിയാം. സോ S0, S1, S2 ആൻഡ് S3. സോ S0 നമുക്ക് ഇതിന് ബൈനറി അസൈൻമെന്റ് കൊടുക്കണം. സോ S0ക്ക് ഞാൻ 00, 01, 10, 11 അങ്ങനെ 4 ബൈനറി വാല്യൂസ് ഞാൻ സ്റ്റേറ്റ്സിന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നേരെ തന്നെ ഞാൻ പ്രോഗ്രാമിലേക്ക് പോവാണ്. മൊഡ്യൂൾ ബാക്കി ഇൻപുട്ടും ഔട്ട്പുട്ട് ഡിക്ലറേഷൻസിലൊന്നും വേറെ വേരിയേഷൻസ് ഒന്നും വരുന്നില്ല. ഇവിടെ S0ക്ക് 0, ഇതിപ്പോൾ ഡെസിമലിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ബൈനറി കൊടുത്താൽ അതായിരിക്കും നല്ലത്. ഓക്കെ, സോ ബൈനറി, ദെൻ പ്രസന്റ് സ്റ്റേറ്റ് ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ 2 വേരിയബിൾസ്, 2 ബിറ്റ് ആണ് അല്ലേ? കാരണം നമുക്ക് ഇവിടെ ഓരോ സ്റ്റേറ്റ്സ് 2 ബിറ്റ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും 2 ബിറ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. ദെൻ ഓൾവേസ് ബ്ലോക്ക് ആസ് യൂഷ്വൽ, നേരത്തെ പോലെ തന്നെ ഓൾവേസ് സെറ്റ് പോസെറ്റ്സ് ക്ലോക്ക് ഓർ പോസെറ്റ്സ് റീസെറ്റ്. റീസെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈഫ് റീസെറ്റ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ S0 ആയിരിക്കും പ്രസന്റ് സ്റ്റേറ്റിലേക്ക് വരിക, അല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന വാല്യൂ ആയിരിക്കും പ്രസന്റ് സ്റ്റേറ്റിലേക്ക് വരിക. റീസെറ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീസെറ്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ആദ്യത്തെ ഓൾവേസ് ബ്ലോക്ക്. ദെൻ നമ്മുടെ നേരത്തെ പോലെ തന്നെ ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഓൾവേസ് ബ്ലോക്ക് വരുന്നുണ്ട്. സോ സെക്കൻഡ് ഓൾവേസ് ബ്ലോക്കിന്റെ അകത്ത് കേസ് പ്രസന്റ് സ്റ്റേറ്റ്. ഓക്കെ, പ്രസന്റ് സ്റ്റേറ്റിന് നമുക്ക് 4 ഓപ്ഷൻസ് ഇവിടെ വരാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നെങ്കിൽ പ്രസന്റ് സ്റ്റേറ്റ് S0 ആകാം, അല്ലെങ്കിൽ S1 ആകാം, അല്ലെങ്കിൽ S2 ആകാം, അല്ലെങ്കിൽ S3 ആകാം. സോ S0 ആണ് നമ്മുടെ ആദ്യത്തെ പ്രസന്റ് സ്റ്റേറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് നമ്മളുടെ Z എന്ന് പറയുന്നത് ഈസ് ബീങ്, വിച്ച് ഈസ് ആക്ച്വലി ദ ഔട്ട്പുട്ട് ഈസ് ബീങ് സെറ്റ് ടു 0. S0 എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ് എന്ന് വിചാരിക്കുക. ഇവിടെ നോക്കിക്കേ, S0യിൽ ഇരിക്കുന്ന സമയത്ത് 0 വന്നാലും ഔട്ട്പുട്ട് 0 ആണ്. സോറി, ഇൻപുട്ട് 0 ആണെങ്കിലും ഔട്ട്പുട്ട് 0 ആണ്. ഇൻപുട്ട് 1 ആണെങ്കിലും ഔട്ട്പുട്ട് 0 ആണ്. ഓക്കെ, സോ അതുകൊണ്ടാട്ടോ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് Z0 എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇൻപുട്ട് വന്നാലും, സോറി, ഇൻപുട്ട് എന്ന് പറയുന്നത് 1 ആണെങ്കിലും ശരി, 0 ആണെന്നുണ്ടെങ്കിലും ശരി, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് വേരിയബിളിനെ ഇവിടെ കൊണ്ട് Z0 എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഇത് നോക്കിയാൽ ഞാൻ പറഞ്ഞ തൊട്ട് മുമ്പേ സിൻടാക്സ് എഴുതിയിരിക്കുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത്. ഈ ഡിസ്പ്ലേ ഒന്നും കൊടുത്തില്ലെങ്കിലും തെറ്റൊന്നും ഇല്ല കേട്ടോ. ഡിസ്പ്ലേ ഒന്നും സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ കളയാം. ഡിസ്പ്ലേ ഒന്നും എഴുതണമെന്നില്ല, നിങ്ങൾക്ക് കളയാണെങ്കിൽ കളയാൻ ഒരു കുഴപ്പമില്ല. അതവിടെ നിൽക്കട്ടെ. നമുക്കിനി വേണ്ടിയത് ഈ മോളിൽ കൊടുത്തിരിക്കുന്ന ഞാൻ സിൻടാക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത്, സോ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകേണ്ട വാല്യൂ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ അത് ഏതാണെന്നുള്ളത് നോക്കാം. സോ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ എക്സ്. ഓക്കെ, സോ എക്സ് ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞ് കിടക്കുന്ന ആദ്യം കിടക്കുന്ന സാധനം എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ ട്രൂ ആണെന്നുണ്ടെങ്കിൽ S1, എക്സിന്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ S1 എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ S1 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകേണ്ടത്. ഇനി എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, അതായത് എക്സ് എന്ന് പറയുന്നത് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ S0 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകേണ്ടത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സാധനം ശരിയല്ലെന്ന് ഡയഗ്രത്തിലേക്ക് നോക്കിക്കേ. S0യിൽ ഇരിക്കുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? S0. ഇവിടെ നോക്കിയേ, എക്സിന്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യം ട്രൂ കണ്ടീഷൻ എടുക്കാം. S0യിൽ ഇരിക്കുന്ന സമയത്ത് ഇൻപുട്ട് 1 ആണെന്നുണ്ടെങ്കിൽ, അതായത് 1 ബാർ 0, 1 എന്ന് പറയുന്നത് ഇൻപുട്ടാന്ന് നമുക്കറിയാം അല്ലെ. സോ ഇൻപുട്ട് 1 ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് S1, അതായത് S0യിൽ ഇരിക്കുന്ന സമയത്ത് എക്സ് ഈസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് S1 എന്നും, അതേപോലെ തന്നെ S0യിൽ ഇരിക്കുന്ന സമയത്ത് എക്സ് ഈസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ പ്രസന്റ് സ്റ്റേറ്റ്, ദിസ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ്. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഈ ഡയഗ്രത്തിൽ നിന്ന് S0 തന്നെ ആണെന്നാണ് ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഈ സെയിം സംഭവം നമ്മൾ ഈ മോളിൽ എഴുതിയിരിക്കുന്ന സിൻടാക്സിലേക്ക് ഒന്ന് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നമുക്കിവിടെ എഴുതേണ്ട വേരിയബിൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ്. സോ NS ഈസ് ഈക്വൽ ടു കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾ ഏതാണ്? എക്സ്. സോ എക്സ് ക്വസ്റ്റ്യൻ മാർക്ക് എക്സ് ഈസ് ഈക്വൽ ടു ട്രൂ, അതായത് എക്സ് ഈസ് ഈക്വൽ ടു 1 വന്നാൽ എന്ത് വരും എന്നാണ് ഇവിടെ എഴുതേണ്ടത്. S1
കോളൻ ആ കണ്ടീഷൻ ഫോൾസ് ആയാൽ ഏത് വാല്യൂ ആണ് വരേണ്ടത്, ഈ വേരിയബിളിലേക്ക് പോകേണ്ടത്. സോ അപ്പോൾ ഈ കേസിൽ x = 0 വന്നു കഴിഞ്ഞാൽ S0 ആണ് പോകേണ്ടത്. സോ അതുകൊണ്ട് ഈ ഇപ്പം ഞാൻ ഈ സൈഡിൽ എഴുതിയിരിക്കുന്ന അതേ സംഭവമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ് ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആവുക. ഇനി ഇതിപ്പോൾ ഇത് സംശയമാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഫ് എൽസ് തന്നെ വെച്ച് എഴുതുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതാണെങ്കിൽ നമുക്ക് ഒറ്റ ലൈനിൽ എഴുതി തീർക്കാം. മറ്റാകുമ്പോൾ ഇഫ് എൽസ് ഇഫ് ഒക്കെ വെച്ച് എഴുതി വരുമ്പോൾ 3-4 ലൈൻ വരും. ഇതാകുമ്പോൾ ഒറ്റ ലൈനിൽ നമുക്ക് പരിപാടി തീർക്കാം. ഓക്കെ. സോ എക്സ് ഇസ് ഈക്വൽ കേസ് S0 Z = 0 നമ്മൾ എഴുതി. ഇനി S1 എന്ന് പറയുന്ന സ്റ്റേറ്റ് എടുക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം രണ്ട് കേസിലും S1 ഇരിക്കുന്ന സമയത്ത് x = 0 വന്നാലും ശരി x = 1 വന്നാലും ശരി ഔട്ട് എന്ന് പറയുന്നത് 0 തന്നെയാണ്. അതുകൊണ്ടാട്ടോ ഇവിടെയും ഡയറക്റ്റ് ആയിട്ട് Z = 0 എഴുതിയിരിക്കുന്നത്. ഇനി S2ന്റെ കേസിലും അങ്ങനെ തന്നെ. ഇനി നമുക്ക് വ്യത്യാസമുള്ള ഒരു കേസ് എടുത്ത് നോക്കാം, S3യുടെ കേസ്. സോ S3 ഇരിക്കുന്ന സമയത്ത് നോക്കിയേ, S3 ഇരിക്കുന്ന സമയത്ത് x = 1 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. അതേപോലെ തന്നെ നമ്മുടെ S3 ഇരിക്കുന്ന സമയത്ത് 0 ആണ് ഇൻപുട്ട് വരുന്നതെങ്കിൽ ഔട്ട് എന്ന് പറയുന്നത് 0 ആണ്. രണ്ടാണ് അല്ലേ? സോ അതും നമുക്ക് ആക്ച്വലി ഇത് ഇവിടെ നോക്കിക്കേ കേസ് സ്റ്റേറ്റ്മെന്റ് വെച്ച് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നോക്കിക്കേ, കേസ് അല്ല സോറി, നമ്മളുടെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്. സോ അപ്പം ഔട്ട്പുട്ടിലേക്ക് പോകേണ്ട വാല്യൂ എന്ന് പറയുന്നത് Z ആണ് അല്ലേ? ഈ മുകളിൽ കിടക്കുന്ന സിൻടാക്സ് ആയിട്ട് നോക്കിയാൽ മതി. നമ്മുടെ ഔട്ട്പുട്ട് വേരിയബിൾ എന്ന് പറയുന്നത് Z ആണ്. അതിലേക്ക് പോകേണ്ടത് ഏതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സാധനമാണ്? നമ്മുടെ കണ്ടീഷൻ ആയിട്ട് വരുന്നത് X തന്നെയാണ്. സോ എക്സിലേക്ക് പോകുമ്പോൾ, അതായത് X ട്രൂ ആണെന്നുണ്ടെങ്കിൽ, X1 ആണെന്നുണ്ടെങ്കിൽ, ഈ ഡയഗ്രത്തിലെ നോക്കിക്കേ, X1 ആണെന്നുണ്ടെങ്കിൽ ഏതാണ് നമുക്ക് വരേണ്ടത്? നമുക്ക് വരേണ്ട വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇസഡിന് വേണ്ടിയിട്ട് ഞാൻ എഴുതിയിരിക്കുന്നതുകൊണ്ട് X1 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ട് എന്ന് പറയുന്നത് 1 ആണ്. അതായത് X1 ആണെങ്കിൽ, അതായത് X ട്രൂ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടേണ്ട ഇസഡിലേക്ക് പോകേണ്ട വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. therefore അവിടെ ഞാൻ 1 എഴുതുന്നു, ദെൻ കോളൻ. ഓക്കെ. ദെൻ X0 ആണെന്നുണ്ടെങ്കിൽ, അതായത് X ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഇസഡിലേക്ക് പോകേണ്ട വാല്യൂ എന്താണ്? ഈ ഡയഗ്രത്തിൽ നിന്ന് എനിക്കറിയാം, അതെന്ന് പറയുന്നത് 0 ആണ്. therefore കോളൻ 0. അതാണ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതായത് ഇതിങ്ങനെ തന്നെ എഴുതണം എന്നൊന്നുമില്ല. ഈ എൽസ് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ഒരു കുഴപ്പവും ഇല്ല. ഇതിപ്പം ഒറ്റ ലൈനിൽ അല്ലെങ്കിൽ 2 ലൈനിൽ പരിപാടി തീരും. മറ്റാകുമ്പോൾ ഒരു 4-8 ലൈൻ വെച്ച് ഇച്ചിരി ലേശം ഒന്ന് നീളം കൂടുന്നു മാത്രമേ ഉള്ളൂ. സോ ഇത്രയൊന്ന് ക്ലിയർ ആണോ എന്ന് പറയാവോ? നമുക്ക് വരുന്നുള്ളൂ. ജസ്റ്റ് 2 എക്സാമ്പിളിന് വേണ്ടിയിട്ട് പ്രോഗ്രാം എഴുതിയതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ എത്ര സ്റ്റേറ്റ്സ് വന്നാലും ശരി, 4 സ്റ്റേറ്റ്സിന് മുകളിലേക്ക് പോകത്തില്ലായിരിക്കും, അപ്പോൾ 2 സ്റ്റേറ്റ് മുതൽ 4 സ്റ്റേറ്റ്സ് വരെ വരുന്ന മീലിയുടെ നമുക്ക് സിമ്പിളായിട്ട് പ്രോഗ്രാം എഴുതാനായിട്ടുള്ള അതിൻ്റെ സ്ട്രക്ചർ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, എങ്ങനെ എഴുതണ്ടേ എന്നുള്ളത്. ബാക്കി ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രാം അനുസരിച്ച് നമ്മൾ എഴുതുന്നത്. മീൻസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് വേരിയബിൾസ് ആൻഡ് എക്സ് സ്റ്റേറ്റ് വേരിയബിൾസ് മാറിക്കൊണ്ട് ഇരിക്കും. ഓക്കെ. നൗ നമ്മൾ അതിൻ്റെ ഇപ്പം നമ്മുടെ മീലിയുടെ നമ്മൾ 2 എണ്ണം കഴിഞ്ഞു. ഇനി നമുക്ക് മൂർ FSMലേക്കാണ് വരാനായിട്ടുള്ളത്. മൂർ FS നമുക്ക് ഓൾറെഡി അറിയാം. ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത് ആ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് ഉണ്ട്, വിച്ച് മീൻസ് x = 0 വന്നാലും ശരി x = 1 വന്നാലും ശരി ഔട്ട്പുട്ട് ഓഫ്, ഇപ്പം ഈ ഡയഗ്രാം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് S0യുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതേപോലെ തന്നെ S1 ഇരിക്കുന്ന സമയത്ത് 0 ഇൻപുട്ട് എന്ന് പറയുന്നത് 0 വന്നാലും ശരി 1 വന്നാലും ശരി അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വിൽ ബി 1. ഓക്കെ. സോ ഇതാണ് നമ്മളുടെ ഗിവൺ ഡയഗ്രാം. ഈ ഡയഗ്രാം വെച്ചിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് പോവുക. ഓക്കെ. സോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് 2 സ്റ്റേറ്റ്സ് ആണുള്ളത്. നമുക്ക് സ്റ്റേറ്റ് അസൈൻമെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. സോ 2 സ്റ്റേറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് ഒറ്റ ബിറ്റ് മതി. S0ക്ക് ഞാൻ 0യും S1ന് ഞാൻ 1 എന്ന് പറഞ്ഞ ബൈനറി വാല്യൂ ആണ് കൊടുക്കുന്നത്. ഓക്കെ. സോ അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പ്രോഗ്രാമിലേക്ക് പോവാണ്. ആദ്യത്തെ ആക്ച്വലി ഇത് ഇവിടം വരെയുള്ള പോർഷൻ നമ്മളുടെ മീലിക്ക് മൂറിന് വ്യത്യാസമൊന്നും ഇല്ല. ആദ്യത്തെ ഓൾവേസ് ബ്ലോക്ക് വരെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല. ആക്ച്വലി സെയിം തന്നെയാണ്. റീസെറ്റ് വന്നാൽ എവിടെ പോകും അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അലോക്കേഷൻ ആ സെയിം തന്നെയാണ്. ഫസ്റ്റത്തെ ഓൾവേസ് ബ്ലോക്ക് വരെ സെയിം, മീലിക്ക് മൂറിന് വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. ഓക്കെ. ഇനിയിപ്പോൾ വ്യത്യാസം വരുന്ന പോർഷനിലേക്ക് നമുക്ക് പോകാം. അതായത് നമ്മളുടെ പ്രോഗ്രാം എഴുതുന്ന കേസ്, അതായത് നമ്മളുടെ ഡയഗ്രത്തിന് കറസ്പോണ്ടിങ് ആദ്യത്തെ ഒരു ഹാഫ് എന്ന് പറയുന്നത്, ഹാഫ് എന്നല്ല ഫസ്റ്റത്തെ ഓൾവേസ് ബ്ലോക്ക് വരെ നമ്മൾ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജനറൽ ആയിട്ടുള്ള അസൈൻമെന്റും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഹാഫ് എന്ന് പറയുന്നതാണ് നമ്മൾ പ്രോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് നമ്മളുടെ പ്രോഗ്രാമിന് മീൻസ് നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അതാണ് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്.
ഓക്കെ. സോ ഇവിടെ ഞാൻ കേസ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 സ്റ്റേറ്റ്സ് ആണുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കേസിൻ്റെ അകത്ത് നമുക്ക് 2 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒന്നെങ്കിൽ S0 അല്ലെന്നുണ്ടെങ്കിൽ S1. ഓക്കെ. സോ അപ്പോൾ ആദ്യം S0യിൽ ഇരിക്കുന്ന സമയത്ത് കേസ് സ്റ്റേറ്റ്. ഓക്കെ. കേസ് സ്റ്റേറ്റ് ആദ്യത്തെ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എഴുതിയിരിക്കുന്ന പ്രസന്റ് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റേറ്റ് ഞാൻ ഇവിടെ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിയുന്നത് പ്രസന്റ് സ്റ്റേറ്റിനെയാണ് ഇപ്പം നിലവിൽ ഈ പ്രോഗ്രാമിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ വെച്ച് വിളിച്ചേക്കുന്നത്. ഓക്കെ. സോ ആദ്യം പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന S0 ആണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഔട്ട് നേരെ തന്നെ എഴുതാമല്ലോ. കാരണം നമ്മളുടെ മൂർ FSM ആണുകൊണ്ട് നമുക്ക് ഓരോ സ്റ്റേറ്റിനും ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട്സ് ഉണ്ട് എന്ന് നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നമ്മളുടെ സ്റ്റേറ്റിന്റെ ഔട്ട്പുട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതാണ് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്. നമ്മളുടെ S0 എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഔട്ട്പുട്ട് എന്താണ്? 0. അതാണ് ഇവിടെ ഔട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. ദെൻ നമ്മളുടെ സെക്കൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിലേക്ക് വരാം. ആദ്യം S0 നിൽക്കട്ടെ. സോ S0യിൽ ഇരിക്കുന്ന ഔട്ട് നമ്മൾ എഴുതി വിച്ച് ഈസ് 0. ദെൻ ഇനി ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മളുടെ ഇൻപുട്ട് വേരിയബിളിനെ തൊട്ട് മുമ്പത്തെ പ്രോഗ്രാമിലൊക്കെ എക്സ് എന്നാണ് വിളിച്ചത്. ഇവിടെ ഇപ്പം ഇൻ എന്നാണ് വിളിച്ചേക്കുന്നത്. ഓക്കെ. ഈഫ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഫ് ഇൻ ഈസ് ഈക്വൽ ടു 1. S0യിൽ ഇരിക്കുന്ന സമയത്ത് ഇൻപുട്ട് 1 ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? S1. അതല്ല നമ്മുടെ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് പ്രോഗ്രാമിന്റെ അകത്ത്. എൽസ് എന്ന് പറഞ്ഞാൽ if n is not equal to 1 which means n is equal to 0 എന്നാണ് അതിന്റെ അർത്ഥം. അല്ലേ? if in എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n is equal to 1 എന്നാണ് അതിന്റെ അർത്ഥം. else എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in is equal to 0 വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം in എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് S0 തന്നെയാണ്. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. സോ ഫസ്റ്റത്തെ S0യിൽ ഇരിക്കുന്ന സമയത്ത്, അതായത് പ്രസന്റ് സ്റ്റേറ്റ് S0 ആയിരിക്കുന്ന സമയത്തുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ് അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കേസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് S1. അതായത് നമ്മൾ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് S1ൽ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന നെക്സ്റ്റ് സ്റ്റേറ്റും അതിന്റെ ഔട്ട്പുട്ടും ആണ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. സോ നമുക്ക് ഈ ഫിഗറിൽ നിന്നറിയാം ഔട്ട് എന്ന് പറയുന്നത് S1ന്റെ ഔട്ട് എന്ന് പറയുന്നത് 1 ആണ്. അതാണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ഔട്ട് ഈസ് ഈക്വൽ ടു 1. ഇനി ഈഫ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഈഫ് ഇൻ ഈസ് ഈക്വൽ ടു 1 എന്നാണ് അതിന്റെ അർത്ഥം. ഇൻ 1 ആണെങ്കിൽ എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. സോ നമുക്ക് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം S1ൽ ഇരിക്കുന്ന സമയത്ത് ഇന്ന് 1 ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് S0 ആണ്. സോ അതാണ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് S0 ആണ്. ഇനിയിപ്പം എൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ ഈസ് നോട്ട് ഈക്വൽ ടു 1 വിച്ച് മീൻസ് ഇൻ ഈസ് ഈക്വൽ ടു 0. സോ ഇന്ന് 0 ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? S1 തന്നെ ആണ്. സോ അതാണ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എൽസ് എന്ന് പറയുന്നത് ഇൻ ഈസ് ഈക്വൽ ടു 0 വരുന്ന സമയത്ത് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് S1 തന്നെ ആണ്. ഇനി ഡിഫോൾട്ട് ആയിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. S0നെയാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ് വേരിയബിളിലേക്ക് കൊടുക്കുന്നത്. ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് വിച്ച് ഈസ് S0. ദെൻ കേസ് ബിഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ കേസ് കൊടുക്കണം. ബിഗിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻഡ് ആൻഡ് ഓൾസോ ദ എൻ മൊഡ്യൂൾ. സോ ഇത്ര ഒന്ന് ക്ലിയർ ആണോ എന്ന് പറയാമോ? പ്രോഗ്രാം മാത്രമാണ് ഇപ്പം ജസ്റ്റ് എടുത്തിട്ടുള്ളൂ. ഇതേപോലെ നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും എഴുതാം. ഇപ്പം ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. കേസ് സ്റ്റേറ്റ്മെന്റിന്റെ നമ്മൾ തൊട്ട് മുമ്പേ മീലി കണ്ട പോലെ തന്നെ മൂറിലും 4 സ്റ്റേറ്റും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ. നൗ കമ്മിങ് ടു ദ ലാസ്റ്റ് പ്രോഗ്രാം ഓഫ് ദിസ് മൊഡ്യൂൾ വിച്ച് ഈസ് LFSR അല്ലെങ്കിൽ ലീനിയർ ഫീഡ്ബാക്ക് ഷിഫ്റ്റ് രജിസ്റ്റർ. ഓക്കെ. സോ ലീനിയർ ഫീഡ്ബാക്ക് ഷിഫ്റ്റ് രജിസ്റ്റർ നമ്മുടെ FPGAs ഒക്കെ നമുക്ക് ഇനി പഠിക്കാനായിട്ടുള്ളതാണ്. അതിനകത്ത് വരുമ്പോൾ നമുക്ക് കാണാം. സോ വാട്ട് ഈസ് ദിസ് LFSR, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്നാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. സോ ബേസിക്കലി ഷിഫ്റ്റ് രജിസ്റ്റർ നമുക്ക് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതെല്ലാം ജസ്റ്റ് റൈറ്റ് ഷിഫ്റ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ്, അല്ലെങ്കിൽ തൊട്ട് മുമ്പേ നമ്മൾ ബാരോ ഷിഫ്റ്റർ, സ്പെസിഫിക് നമ്പർ ഓഫ് ബിറ്റ്സ് ഷിഫ്റ്റ് ചെയ്യാം, ഏത് റൈറ്റ് ഓർ ലെഫ്റ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. നമ്മളിവിടെ കണ്ട ഡിസൈൻ റൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. റൊട്ടേറ്റ് റൈറ്റ് ഷിഫ്റ്റിന്റെ LFSRന്റെ ഡിസൈൻ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ LFSR അല്ല, ബാരോ ഷിഫ്റ്റർ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം LFSRലേക്ക് വരുന്ന സമയത്ത് നമുക്ക് some kind of logic operation can be done, and that changed bit can be inserted as the MSB. ഇപ്പം നമ്മൾ റൊട്ടേറ്റ് റൈറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ. സോ റൊട്ടേറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? LSBയിൽ ഇരിക്കുന്ന ബിറ്റ് നേരെ പോയി നമ്മളുടെ
നമ്മൾ റൊട്ടേറ്റ് റൈറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ LSB ഇരിക്കുന്ന ബിറ്റ് നേരെ പോയി MSB ആയിട്ട് അങ്ങ് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് മാറുന്നു. ഇതാണ് നമ്മുടെ റൊട്ടേറ്റ് റൈറ്റ് ഷിഫ്റ്റ്. ഇപ്പം നമ്മളുടെ ബാരൽ ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ബിറ്റാണ് ചെയ്യുന്നതെങ്കിൽ 2 പ്രാവശ്യം ഷിഫ്റ്റിംഗ് നടന്നു, അല്ലെങ്കിൽ അവസാനത്തെ 2 ബിറ്റ് ആയിരിക്കും ആദ്യത്തെ 2 ബിറ്റ് ആയിട്ട് മാറിയതാണ് നമ്മുടെ പ്രോസസ്സ്. ഇനിയിപ്പോൾ അതിന് പകരം ഇപ്പൊ സപ്പോസ് എനിക്ക് ഇതിനകത്ത് 2 ബിറ്റുകൾ സം എക്സോറും എല്ലാം ചെയ്ത് അതിന്റെ ഔട്ട് എടുത്തിട്ടാണ് MSBയിൽ കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പം എക്സോറോ അല്ലെങ്കിൽ എക്സ്നോറോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആക്ച്വലി LFSRൽ വരുന്നുണ്ട്. സോ സം അരിത്മെറ്റിക് ഓപ്പറേഷൻ, യൂഷ്വലി XOR അല്ലെങ്കിൽ XNOR ഓപ്പറേഷൻ ഓഫ് എനി 2 ബിറ്റ്സ് ചെയ്തിട്ട് അതിനെ MSB ബിറ്റ് ആയിട്ട് മാറുന്നതാണ് ആക്ച്വലി LFSRൽ നടക്കാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനോട് എഴുതിയിരിക്കുന്നത് യൂഷ്വലി XOR ആണെങ്കിലും XNOR വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, സോ അതിന്റെ 2 ഫിഗേഴ്സ് നമുക്ക് കാണാം വിത്ത് XOR ആസ് വെൽ ആസ് XNOR. അപ്പൊ ഇതൊന്ന് നോക്കിക്കേ, ഇതിപ്പോ ആദ്യത്തെ ഒരു ഫിഗർ ആണ്. ഇപ്പൊ ഇത് നോക്കിക്കേ, നമുക്ക് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്സ് വെച്ചിട്ടാണ്. ഇതിപ്പോ ഒരു 4 ബിറ്റ് ആയിട്ടുള്ള 4 ബിറ്റ് LFSR ആണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ആൻഡ് ഓൾസോ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന 4 ബിറ്റ് LFSR. അതിന്റെ ഡയഗ്രാമാണ് നമ്മളിപ്പോ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്കിവിടെ 4 D ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്. എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടോ നമ്മുടെ ഇപ്പൊ ഷിഫ്റ്റ് രജിസ്റ്റർ ആണെങ്കിൽ നമുക്കറിയാം എത്ര ബിറ്റ്സ് ആണോ നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത് അത്രയും നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടായിരിക്കും അല്ലേ. സോ അപ്പൊ ഇവിടെ നമുക്ക് അതേപോലെ തന്നെയാണ് വരുന്നത്. 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണുള്ളത്. D0, D1, D2, D3 അങ്ങനെ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമുക്കുള്ളത്. സോ ആ ഇപ്പൊ ഇതൊന്ന് നോക്കിക്കേ, എല്ലാത്തിനും ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. എല്ലാം ഡയറക്ട്ലി ഒരെണ്ണത്തിന്റെ ഔട്ട് എന്ന് പറയുന്നത് ഫെഡ് ആസ് ഇൻപുട്ട് ടു ദ നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ആ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നോക്കിക്കേ, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 2വിന്റെ ഔട്ട് വിച്ച് മീൻസ് Q2 എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 3യുടെ ഔട്ട് വിച്ച് ഈസ് Q3 എന്ന് പറയുന്ന ഔട്ടും ഈസ് ഫെഡ് ആസ് ഇൻപുട്ട് ടു ആൻ XOR ഗേറ്റ് അല്ലെ. അപ്പം Q2ൽ വരുന്ന ബിറ്റും Q3യിൽ വരുന്ന ബിറ്റും കൂടെ XOR ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ MSBയിൽ വരിക. നമ്മൾ സാധാരണ ഒരു റൈറ്റ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി Q3യിൽ ഇരിക്കുന്ന വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ D0യിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു XOR ഗേറ്റും കൂടെ വെച്ചിട്ട് XOR ചെയ്ത വാല്യൂ ആയിരിക്കും, ആ ഒരു ബിറ്റ് വാല്യൂ ആയിരിക്കും D0യിലേക്ക് വരുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ അപ്പൊ അതിന് നമ്മൾ ടാപ്പ് അല്ലെന്നുണ്ടെങ്കിൽ സീഡ്സ് എന്ന് പറയുന്ന 2 ടേംസും കൂടെ നമുക്കൊന്ന് അറിയാനായിട്ടുണ്ട്. സോ ദ ഔട്ട്പുട്ട് വിച്ച് ഇസ് കണക്റ്റഡ് ടു ദ XOR ഗേറ്റ്, അതായത് ഇപ്പൊ ഈ കേസിൽ നമ്മുടെ Q2 Q3 എന്ന് പറയുന്ന ടാപ്പ് ആയിരിക്കും. അതേപോലെ തന്നെ ഇനീഷ്യൽ വാല്യൂ ഓഫ് ദ LFSRനെയാണ് നമ്മൾ സീഡ് എന്നുള്ള പേര്. ജസ്റ്റ് അതിന്റെ ടേംസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരുപാട് സിഗ്നിഫിക്കൻസ് അതിന് വരുന്നില്ല. ഓക്കെ, സോ ഇത്ര ജസ്റ്റ് 2 ടേംസ് ഉണ്ടെന്ന് അറിയുക. ഇനിയിപ്പോ ഈ ഒരു ടേബിൾ ഒന്ന് നോക്കിക്കേ, സോ ഇതിപ്പം XOR ഗേറ്റ് ആണ്. ഞാൻ XORന്റെ ടേബിളും കൂടെ ഒന്ന് എഴുതാം. സോ ഇൻപുട്ട്, ദിസ് ഈസ് ദ ഔട്ട്പുട്ട് 0 0 0 1 1 0 and 1 1. XORന്റെ നമുക്ക് ഓൾറെഡി 2 ടേബിൾ അറിയാം. The output of an XOR gate is 1 only if one of the input is 1. One of the input 1 ആണെങ്കിൽ മാത്രമായിരിക്കും ഔട്ട് 1 വരിക. അതായത് 2 കേസസിൽ മാത്രം, മിച്ചമുള്ള 2 കേസസിൽ ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 എന്ന് നമുക്കറിയാം അല്ലെ. സോ ഒരു 2 ഇൻപുട്ട് XOR ഗേറ്റ് ആണ് ഇത് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു 2 ഇൻപുട്ട് XOR ഗേറ്റിന് 2 ടേബിൾ താഴെ വരച്ചേക്കുന്നത്. പിന്നെ ഇത് നോക്കിക്കേ, ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് Q2വിന്റെയും Q3യും ആണ് ഇൻപുട്സ് ഓഫ് XOR ഗേറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ സേ ഇതാണ് നമ്മളുടെ ഇനീഷ്യൽ വാല്യൂ എന്ന് വിചാരിക്കുക. Q0യിൽ 1, Q1ൽ 1, Q2ൽ 1, Q3ൽ 1. ഓക്കെ, സോ XOR ചെയ്ത് MSB ആയിട്ട് ഇനി വരാൻ പോകുന്ന റൈറ്റ് ഷിഫ്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. സോ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കിയേ, ഈ 1 ഡയറക്ട്ലി വന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇവിടുത്തെ MSB ആയിട്ട് മാറുമല്ല, ബട്ട് ഈ ഒരു ബിറ്റ് എവിടുന്ന എനിക്ക് കിട്ടുന്നത് ബൈ XORing Q2 as well as Q3. ഒറ്റ ഒരു സെക്കൻഡ്. ഓക്കെ, സോ അപ്പൊ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്ന Q2 എനിക്കിവിടെ XORന് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുകയാണ്. XORന് എനിക്ക് കിട്ടുന്ന ഔട്ട് എന്ന് പറയുന്നത് Q2 XOR Q3. അപ്പൊ ഇവിടെ നോക്കിയാൽ Q2ൽ ഇപ്പൊ കറണ്ട് ആയിട്ടിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1, Q3യിൽ ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1. സോ 1 XOR 1 നമ്മുടെ 2 ടേബിൾ എന്ന് നോക്കിയാൽ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 0. സോ ആ 0 ആണ് ദേ ഇവിടെ MSB ആയിട്ട് മാറിയിരിക്കുന്നത്. ഡയറക്ട്ലി ഈ 1നെ എടുത്ത് എനിക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദിസ് Q3 ആൻഡ് Q2ൽ ഇരിക്കുന്ന വാല്യൂവിനെ എടുത്ത് XOR ചെയ്തിട്ട് ആ XORed വാല്യൂ ആയിരിക്കും MSB ആയിട്ട് മാറുന്നത്. ദാറ്റ് ഇസ് വെരി ക്ലിയർ ഫ്രം ദ ഡയഗ്രാം. അതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയോന്നൊന്ന് പറയാമോ, എങ്ങനെയാണ് ഈ ടേബിൾ എഴുതുന്നത് എന്നുള്ളത്?
ക്ലിയർ ആണോ? ജസ്റ്റ് ഒരു കോമ്പിനേഷനാണ് പറഞ്ഞത്, ഇതേപോലെ ഒറ്റ നോഡ് എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ ഈ 0 എന്ന് പറയുന്നത് ഇങ്ങോട്ട് റൈറ്റ് ഷിഫ്റ്റ് ആവും. MSB വരുന്നിടത്ത് മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ, ബാക്കിയുള്ള എല്ലാം അങ്ങനെ തന്നെ റൈറ്റ് ഷിഫ്റ്റ് ആണ്. ഇനിയിപ്പം ഇവിടെ വരുന്ന MSB എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? Q2 XOR Q3 അല്ലെ? സോ Q2 ഈസ് 0, സോറി 1, Q3 ഈസ് അഗെയിൻ 1. സോ 1 XOR 1 എന്ന് പറയുന്നത് 0 ആണ്, അതുകൊണ്ടാണ് ഇത് ഇവിടെ 0 വന്നേക്കുന്നത്. അതേപോലെ എല്ലാ സ്റ്റെപ്പിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. സോ നമ്മുടെ MSB വരുന്നത് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിലിരിക്കുന്ന Q2ലെയും Q3യുടെയും XOR ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് തൊട്ട് നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ റൈറ്റ് ഷിഫ്റ്റിന്റെ കൂടത്തിൽ MSB ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അപ്പൊ നേരെ തന്നെ അതിന്റെ പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിപ്പോ XOR വെച്ചിട്ടുള്ള ഡയഗ്രാമാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് XNOR വെച്ചിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ XNOR വെച്ച് ചെയ്യുമ്പോൾ ഇപ്പൊ നോക്കി ഇവിടെ നമുക്ക് ഇതും ഒരു 4 ബിറ്റ് XNOR വെച്ചിട്ടുള്ള LFSR ആണ് ചെയ്തേക്കുന്നത്. സോ 4 ബിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 D ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. D3, D2, D1 ആസ് വെൽ ആസ് D0. അങ്ങനെ 4 D ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇതൊന്ന് നോക്കിക്കേ, തൊട്ട് മുമ്പേ കണ്ടിരിക്കുന്നത് നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് ആണ്, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്. ലെഫ്റ്റ് ഷിഫ്റ്റ്, ഓക്കെ, ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുമ്പേ നമ്മൾ കണ്ടത് റൈറ്റ് ഷിഫ്റ്റിന്റെ കേസ് ആയിരുന്നു. ഓക്കെ, സോറി, തൊട്ട് മുമ്പേ നമ്മൾ കണ്ടത് ഓക്കെ റൈറ്റ് ഷിഫ്റ്റ്. ഓക്കെ, ഇനിയിപ്പോ നോക്കിക്കേ, ഈ ഒരു ക്ലോക്ക് ഈ ഫിഗറിനകത്ത് കൊടുത്തിട്ടില്ല, ക്ലോക്ക് കൊടുക്കാനൊന്ന് ഓർക്കണേ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് താഴെ, നിങ്ങളൊന്ന് വരയ്ക്കുമ്പോൾ ഒന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹാസ് ക്ലോക്ക് ആൻഡ് റീസെറ്റ് ഇൻപുട്സ്. ഓക്കെ, വരയ്ക്കുമ്പോൾ ഒരു ക്ലോക്ക് കൂടെ ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, സോ അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഒരു XNORന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത് എന്താണ്? ഇത് Q1, ഔട്ട് ഞാനൊന്ന് വരയ്ക്കുവാണ്, Q2, Q3, Q0. ഓക്കെ, സോ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ്, സോറി, ഈ ഒരു XNOR ഗേറ്റിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഈ Q1ലിരിക്കുന്ന D0യിലിരിക്കുന്ന വാല്യൂ ആണ് നമ്മുടെ Q1ലേക്ക് പോകുന്നത് നമുക്കറിയാം അല്ലെ? സോ ദിസ് വാല്യൂ എന്ന് പറയുന്നതാണ് വൺ ഓഫ് ദ ഇൻപുട്ട്. ദെൻ സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് ദിസ് D3യിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നതാണ് നമ്മളുടെ നെക്സ്റ്റ് ഇൻപുട്ട് ഓഫ് ദ XNOR ഗേറ്റ് ആയിട്ട് വരുന്നത്. സോ അതിന്റെ XNORഡ് വാല്യൂ എന്ന് പറയുന്നതായിരിക്കും LSB ആയിട്ട് മാറുന്നത്. തൊട്ടുമുമ്പേ നമ്മൾ കണ്ടത് MSB ആയിരുന്നു, കാരണം അതെന്ന് പറയുന്നത് റൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്. ഓക്കെ, സോ XNOR ചെയ്തിരിക്കുന്നതിന്റെ ഔട്ട് എന്ന് പറയുന്നതായിരിക്കും. അവിടെ നമ്മൾ MSB ആകുന്ന കാര്യമാണ് കണ്ടുകൊണ്ടിരുന്നത്, ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് LSB വരുന്ന കേസാണ്. ഓക്കെ, സോ അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് എല്ലാത്തിന്റെ അകത്തും XNOR ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ട്രൂത്ത് ടേബിളും കൂടെ ഒന്ന് എഴുതി വെച്ചേക്കാം. XNOR ഇൻപുട്ട് ഔട്ട്പുട്ട് 0 0 0 1 1 0 1 1. സോ ഈ രണ്ട് കേസിൽ മാത്രം ഔട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും, ബാക്കി രണ്ട് കേസസിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫസ്റ്റത്തെ സീക്വൻസ് വിച്ച് 0 0 0 0, അതായത് 4 എണ്ണവും 0 0 വരുന്ന കേസാണ് നമുക്ക് കാണാനായിട്ട് ഉള്ളത്. ഓക്കെ, സോ ഫസ്റ്റത്തെ നമുക്ക് നടക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഇനീഷ്യലി 0 0 0 0, ജസ്റ്റ് ഒന്ന് താഴോട്ട് എഴുതിയതാണ്. സോ ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ 0 ഇവിടെ വരും, ദിസ് 0 എന്ന് പറയുന്നത് ഇവിടെ വരും, ദിസ് 0 എന്ന് പറയുന്നത് ഇവിടെ വരും. ഇനി ഇതിൻ്റെ അകത്ത് നമ്മളുടെ ഫസ്റ്റത്തെ, അതായത് നമ്മളുടെ LSBക്കാണ് ഇവിടെ നമുക്ക് ആക്ച്വലി വ്യത്യാസം വരാനായിട്ട് പോകുന്നത്. സോ LSB ആയിട്ട് മാറുന്ന എന്താണെന്നാണ് പറഞ്ഞത്? നമ്മളുടെ D0യിലേക്ക് വന്നിരിക്കുന്ന വാല്യൂ അല്ലെ? ഇപ്പൊ ഈ കേസിൽ അത് 0 ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഏതാണ്? D3യിലിരിക്കുന്ന വാല്യൂ തന്നെയാണ് Q3യിലും വന്നിരിക്കുന്നത്, വിച്ച് മീൻസ് ദ MSBയിലിരിക്കുന്ന ബിറ്റ്, അതേപോലെ തന്നെ നമ്മളുടെ LSBയിലിരിക്കുന്ന വാല്യൂ, രണ്ടിന്റെയും കൂടെ XNORഡ് വാല്യൂ ആയിരിക്കും നമ്മളുടെ D0യിലേക്ക് വരിക. ഓക്കെ, സോ ഈ കേസിൽ ഇപ്പൊ രണ്ടും 0 ആണ്. സോ 0 XNOR 0, 0 നമ്മുടെ ട്രൂത്ത് ടേബിൾ മുകളിൽ വരച്ച് വെച്ചിട്ടുണ്ട്. 0 XNOR 0 എന്ന് പറയുന്നത് 1 ആണ്. Therefore നമ്മളുടെ LSB എന്ന് പറയുന്നത് ഇപ്പം 1 ആയിട്ട് മാറി. ഇനി വീണ്ടും അടുത്തതെന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് വീണ്ടും ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്. സോ ഇവിടെ നമുക്ക് വരാനായിട്ട് പോകുന്നത് ദിസ് 0 എന്ന് പറയുന്നത് ഇവിടെ വരും, ഈ 0 എന്ന് പറയുന്നത് ഇവിടെ വരും, ഈ 1 എന്ന് പറയുന്നത് ഇവിടെ വരും.
വീണ്ടും നമുക്ക് ഇനി ക്രിയേറ്റ് ആവേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ LSB ബിറ്റ് തന്നെയാണ്. ഓക്കെ, സോ അപ്പോൾ അവിടെ വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? നമുക്ക് 0യും 1ഉം ആയിരിക്കും വരുന്നത് അല്ലേ. സോ 0യും 1ഉം വരുന്നത് കൊണ്ടാണ് ദേ ഇവിടെ 0യും 1ഉം ദേ നമ്മളുടെ ഈ ബിറ്റ്, ഈ 2 ബിറ്റുകൾ നമ്മൾ തൊട്ട് മുമ്പത്തെ 0യും 1ഉം MSBയും LSBയും കൂടെയാണ് നമ്മൾ എടുക്കുക. സോ MSB XNOR LSB. സോ 0 XNOR 1 എന്ന് പറയുന്നത് ഈസ് 0. അതുകൊണ്ടാണ് ഇവിടെ 0 വന്നിരിക്കുന്നത്. അതേപോലെയാണ് ബാക്കി മുഴുവൻ കണ്ടിന്യൂ ചെയ്തേക്കുന്നത്. നിങ്ങളിപ്പം ആക്ച്വലി ടേബിളിൽ നമുക്ക് ഭയങ്കര സിഗ്നിഫിക്കൻസ് ഇല്ല. നമ്മൾ ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അപ്പോൾ ഇനി നോക്കിക്കേ, ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് 2 റിക്കവറി ഇല്ലാത്ത, നോ റിക്കവറി എന്ന് പറയുന്ന 2 സ്റ്റേറ്റ്സ് ആക്ച്വലി XOR വെച്ചിട്ടും XNOR വെച്ചിട്ടുള്ള റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഷിഫ്റ്റ് LFSRകൾക്കുണ്ട്. സോ XORന്റെ കേസിലാണെങ്കിൽ എല്ലാം 0 വരുന്ന കേസ്. സോ എല്ലാം 0 വരുന്ന കേസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ റിക്കവറി, അല്ലെങ്കിൽ നോ റിക്കവറി സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് എല്ലാം 0 വരുന്ന കേസ്. കാരണം പിന്നെയും നമ്മൾ XNOR ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 0 തന്നെ പിന്നെയും, അതായത് ലാസ്റ്റത്തെ 2 ബിറ്റുകൾ 0 വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും ഞാൻ എത്ര ഇരുന്നുകൊണ്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും മൊത്തം 0 തന്നെ എനിക്ക് കിട്ടത്തുള്ളൂ. സോ വിച്ച് മീൻസ് അതൊരു എന്താ പറയുന്ന ഒരു കണ്ടിന്യൂസ് ലൂപ്പിലേക്ക് പോവാണ്. സോ അതിനൊരു നോൺ റിക്കവറി ആയിട്ടാണ് നമ്മൾ XORന്റെ കേസിൽ നോ റിക്കവറി ഫേസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് നമ്മളുടെ ലെഫ്റ്റ് ഷിഫ്റ്റ് LFSR യൂസിങ് XNOR, സോ ഇത് വെച്ചാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ 1-1. കാരണം MSBയും അതേപോലെ തന്നെ LSBയും 1-1 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ XNOR ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 1 കിട്ടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. സോ കണ്ടിന്യൂസ് ഒരു ഇൻഫിനിറ്റ് ഒരു ലൂപ്പിലേക്ക് അത് കയറി പോവാണ്. 1-1 മാത്രമേ എനിക്ക്, അപ്പൊ ഇതിപ്പോ ഷിഫ്റ്റ് ആയ 1 ആണോ ഷിഫ്റ്റ് ആവാത്ത 1 ആണോ നമുക്ക് ആക്ച്വലി ഔട്ട്പുട്ട് കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. നമുക്ക് ആ വാല്യൂ ചേഞ്ച് അറിയാൻ പറ്റത്തില്ല. ആക്ച്വലി ഈ 2 വാല്യൂസ് XORൽ 0000യോ അല്ലെങ്കിൽ XNORൽ എല്ലാം 0 എന്ന് കറക്റ്റ് എണ്ണം നമ്മുടെ ഇതിപ്പോ 4 ബിറ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടാണ് 4 സീറോകളും അല്ലെങ്കിൽ 4 1കളെ പറ്റിയിട്ട് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇത് രണ്ടും ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് അല്ലെന്നുണ്ടെങ്കിൽ നോ റിക്കവറി സ്റ്റേറ്റ്സ് ആയിട്ടാണ്. XORന് എല്ലാം 0 വരികയോ അല്ലെങ്കിൽ XNORന് എല്ലാം 1കൾ വരികയോ ചെയ്യുന്ന സ്റ്റേറ്റുകൾ നമുക്ക് അല്ലെങ്കിൽ സം വാല്യൂയിലേക്ക് എത്തുവാണെങ്കിൽ അത് നോ റിക്കവറി സ്റ്റേറ്റ് ആണ്. കാരണം പിന്നീട് XOR ആണെങ്കിൽ പിന്നെയും എല്ലാം 00 മൊത്തം 0കളും, അതേപോലെ XNOR ആണെന്നുണ്ടെങ്കിൽ മൊത്തം 1കളായിരിക്കും നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് എൻ്റെ ഒരു തിയറി പാർട്ടിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നേരെ തന്നെ ഞാൻ അതിൻ്റെ പ്രോഗ്രാമിലേക്ക് പോവാണ്. ഓക്കെ, സോ നോക്കിയാൽ മൊഡ്യൂൾ LFSR ഇൻപുട്ട് ആയിട്ട് ക്ലോക്ക് റീസെറ്റിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ LFSR എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ നമ്മൾ രജിസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ഓൾസോ ഡിക്ലെയർഡ് ആസ് ദ ഔട്ട്പുട്ട്. ആൻഡ് ഇനീഷ്യലി അതിൻ്റെ അകത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് സീറോസ് ആണ്. ഇത് നമ്മളുടെ തൊട്ട് മുമ്പേ നമ്മൾ കണ്ടിരിക്കുന്ന XNOR വെച്ചിട്ടുള്ള LFSR ആയതുകൊണ്ടാട്ടോ എല്ലാ 0 കൊണ്ട് ഇനീഷ്യൽ ഇട്ട് വെച്ചേക്കുന്നത്. നമ്മുടെ XOR വെച്ചിട്ടാണെങ്കിൽ ഇവിടെ കൊണ്ട് എല്ലാത്തിനും 0 ഇട്ട് വെക്കരുത്, പ്രത്യേകം ഓർക്കണം. ഓക്കെ, സോ ഇനീഷ്യലി വാല്യൂ ഇട്ട് കൊടുക്കുന്നു. ദെൻ നമ്മളുടെ ഓൾവേസ് ബ്ലോക്ക്, ഓൾവേസ് അറ്റ് പോസെറ്റ് ഓഫ് ക്ലോക്ക് അല്ലെന്നുണ്ടെങ്കിൽ പോസെറ്റ് ഓഫ് റീസെറ്റ്. ഈ റീസെറ്റ് എന്ന് പറഞ്ഞാൽ റീസെറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി LFSRലേക്ക് വരേണ്ട വാല്യൂ എന്ന് പറയുന്നത് 0000 ആണ്. അതായത് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പുകളിലേക്ക് 0 ആണ് കൊടുക്കേണ്ടത്. ഇനി ഈഫ് എൽസ് എന്ന് പറയുമ്പോൾ ഈഫ് നോട്ട് റീസെറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? LFSRലേക്ക് നമുക്ക് ദിസ് ഈസ് D3, D2, D1 ആൻഡ് D0. ഓക്കെ, സോ അപ്പം നമ്മുടെ LFSRലേക്ക് വരുന്ന സമയത്ത് LFSRനകത്തെ 3 ഇവിടെ നമുക്ക് എടുത്തിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? LFSR 2 നോക്കിക്കേ, LFSR 20 എന്ന് പറയുന്നത് Q3, Q2, Q1, Q0, Q2, Q1, Q0. MSBയിൽ ഇരിക്കുന്ന നമ്മളുടെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മളുടെ എന്താണ് പറയുന്നത്, ഈ ഒരു ലാസ്റ്റ് കിടക്കുന്ന LSBയിൽ ഇരിക്കുന്ന ബിറ്റിലാണ് നമുക്കിവിടെ ആക്ച്വലി വേരിയേഷൻ വരുന്നത്. കാരണം ദിസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് XNOR ചെയ്യുന്ന ഔട്ട്പുട്ട് എടുത്തിട്ടാണ് നമ്മൾ D0യിലേക്ക് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം നമുക്ക് XNOR ചെയ്യാതെ നടക്കുന്ന ഷിഫ്റ്റുകളെ, അതായത് 3 എന്താണ് ഇപ്പൊ LFSR എന്നാണ് ഇപ്പൊ വേരിയബിൾ നെയിം കൊടുത്തിരിക്കുന്നത്. സപ്പോസ് നമുക്ക് അതിനെ ഒന്ന് D3 എന്ന് ഞാൻ വിളിക്കുകയാണ്. D3, D2, D1 വരെ
ഓക്കെ, അതിലേക്ക് നടത്തിയിരിക്കുന്ന ഷിഫ്റ്റ് എന്ന് പറയുന്നത് തൊട്ട് മുമ്പേ നടന്നിരിക്കുന്ന D2 എന്ന് പറയുന്നതാണ്. തൊട്ട് മുമ്പത്തെ D2 എന്ന് പറയുന്നതാണ് പിന്നെ D3 ആയിട്ട് മാറുന്ന D2, D1, D0 അല്ലെ. തൊട്ട് മുമ്പത്തെ D2 എന്ന് പറയുന്നതാണ് തൊട്ട് മുന്നത്തെ D2 എന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞ് വരുന്ന D3. കാരണം ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് ഷിഫ്റ്റിനെ പറ്റിയിട്ടാണ് അല്ലെ. സോ ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ D3, D1 എന്ന് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് ഷിഫ്റ്റ്. ഓക്കെ, സോ ആദ്യം ഇനീഷ്യലി നമ്മളുടെ ഈ ബിറ്റുകളിൽ നിന്ന് നോക്കിയാൽ നമ്മളുടെ ചേഞ്ച് വരാതെ നമുക്ക് ജസ്റ്റ് ഷിഫ്റ്റുകൾ വരുന്നത് മാത്രം നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതുന്നു. ഇനിയിപ്പോൾ കറക്റ്റ് ഷിഫ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഈ ഫസ്റ്റത്തെ നമ്മളുടെ സ്റ്റെപ്പിൻ്റെ അകത്ത് അല്ലെങ്കിൽ ലൈനിൻ്റെ അകത്ത്, പ്രോഗ്രാം ലൈനിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ഇനി തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നതാണ് ഏതൊക്കെയാണ് എക്സ്നോർ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് 3 എന്ന് പറയുന്ന ബിറ്റ് പൊസിഷനിൽ ഇരിക്കുന്ന D3 ഇരിക്കുന്ന വാട്ട് എവർ ഈസ് ദാറ്റ് വാല്യൂ, ബിറ്റ് വാല്യൂ, അതും അതേപോലെ തന്നെ 0 ഇരിക്കുന്ന ഈ കിടക്കുന്ന ഇൻപുട്ടുകളൊന്നും നോക്കിയാൽ മതി. LFSR 0-യും LFSR 3-യും അതിനെ രണ്ടിനെയും കൂടിയാണ് എക്സ്നോർ ചെയ്ത് D0 കൊടുക്കുന്നത് അല്ലെ. സോ അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. LFSR 0 ആ D0 കൊടുക്കുന്ന സാധനം തന്നെയാണ് LFSR 0 വരിക എന്ന് നമുക്കറിയാം അല്ലെ. സോ LFSR 0 വരേണ്ടിയത് LFSR 3 ഇരിക്കുന്ന ബിറ്റിനെയും LFSR 0 ഇരിക്കുന്ന ബിറ്റിനെയും കൂടെ എക്സ്നോർ ചെയ്തിട്ടാണ് LFSR 0 ഇരിക്കുന്ന ബിറ്റാക്കി മാറ്റുന്നത്. ബാക്കിയുള്ള ടോട്ടൽ 4 ബിറ്റിൻ്റെ അകത്ത് മിച്ചമുള്ള 3 ബിറ്റ്സ് ജസ്റ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് മാത്രമാണ് സംഭവിക്കുന്നത്. ആ ചേഞ്ച് വരുന്ന ബിറ്റ് ഏതാണോ വിച്ച് ഈസ് LFSR 0, അതായത് ഈ ഒരു ബിറ്റിന് മാത്രമാണ് ആക്ച്വലി എക്സ്നോർ ചെയ്ത വാല്യൂ കിട്ടുക. ബാക്കിയുള്ളതെല്ലാം ജസ്റ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്. D0 എന്ന് പറയുന്നത് D1 ആവും, D1 എന്ന് പറയുന്നത് D2 ആവും, D2 എന്ന് പറയുന്നത് D3 ആയിട്ട് മാറും അല്ലെ. സോ D3നെ D0നെയും കൂടെ എക്സ്നോർ ചെയ്തിട്ടാണ് വീണ്ടും കൊണ്ടുപോയി D0 എന്ന് പറയുന്ന MSB ബിറ്റ് ആക്കി മാറ്റുന്നത്. സോ ആ പ്രോസസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇത് ഈ ലാസ്റ്റ് 2 ലൈനിലാക്കി എഴുതി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ എക്സ്നോർ വെച്ചാണ് ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് XOR വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഈ ഫിഗർ നമ്മൾ കണ്ടിരിക്കുന്ന XOR വെച്ച് വേണമെന്നുണ്ടെങ്കിലും എഴുതാം. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, രണ്ടും കൂടെ വേണമെന്നില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ പഠിച്ചു വെച്ചാൽ മതിയായിരിക്കും. ഇത് ക്ലിയർ ആണോ എന്ന് പറയാമോ?